നമ്മുടെ സെഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. കറക്റ്റ് 7:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൻ്റെ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ടോപ്പിക്സും കവർ ചെയ്യും. ഓക്കെ, നമ്മളെ മൊഡ്യൂൾ 1ൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മൾ ഇന്നത്തെ ഒരൊറ്റ ലൈവ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. സോ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക കേട്ടോ. കറക്റ്റ് 7:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ലൈവിലുള്ള എല്ലാവരും ചാറ്റ് ബോക്സിൽ മാക്സിമം നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുക. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്തുണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ പറയുന്ന ഏതെങ്കിലും ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. മാക്സിമം എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ലൈവ് സെഷൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൊഡ്യൂൾ 1 ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യുകയും ചെയ്യും. അതുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തിരിക്കും ഒരൊറ്റ ലൈവിൽ. സോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ഒന്ന് കൊടുത്തു വയ്ക്കുക. കാരണം ഇനിയും നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യും, ക്ലാസ്സസ് വരുന്നുണ്ട്. സോ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യണം. സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടൈം ആയി. ഓക്കെ, നമ്മളിന്ന് മൊഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഇന്ന് പഠിച്ചു തുടങ്ങിയാൽ മതി. ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഫുൾ മാർക്ക് വാങ്ങാം. സി പ്രോഗ്രാമിംഗ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും വാങ്ങാം കേട്ടോ. ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. ഓക്കെ, ഇത് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കും. അതുപോലെ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കംപ്ലീറ്റ് മൊഡ്യൂൾസും പഠിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവോ? സോ നമ്മുടെ ചാനലിൽ ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് വരിക. നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. നിങ്ങളുടേതായ മെസ്സേജ് വെച്ചിട്ടാണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് സംസാരിക്കുന്നു എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അതായത് കമ്പ്യൂട്ടറുമായിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സി പ്രോഗ്രാമിംഗ് അല്ല കേട്ടോ. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്സ് ആണ് നമ്മളെ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ഫുൾ ബേസിക് കാര്യങ്ങളാണ്. അതായത് എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മളിപ്പം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പഠിക്കും എന്താണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സിസ്റ്റംസോ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്താണ് കമ്പ്യൂട്ടർ? ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ, പ്രോസസ്സസ് ദ ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് ഡാറ്റ ബൈ പെർഫോമിംഗ്. ഇതിൽ വലിയ കാര്യം ഇതിരിക്കുന്ന സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് തരാൻ വേണ്ടി. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും, അത് പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് ഉള്ള ഇൻപുട്ട് തരുന്ന ഡിവൈസ് ആണ് എന്ത്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. സിമ്പിൾ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരിക്കലും ചോദിക്കില്ല എന്താണ് കമ്പ്യൂട്ടർ എന്ന്. പക്ഷേ നമ്മൾ പഠിച്ചു വെക്കും. നമുക്കറിയണ്ട, ആരെങ്കിലും നമ്മളടുത്ത് ചോദിച്ചു എന്താണ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറയും. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ആക്കി തരുന്ന ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കില്ല, പക്ഷെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി പറഞ്ഞു. എല്ലാ മൊഡ്യൂളും ഉണ്ടാവും, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഇനി കമ്പ്യൂട്ടറിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. കമ്പ്യൂട്ടർ വളരെ ഫാസ്റ്റ് ആണ്, ആക്യുറേറ്റ് ആണ് എന്നൊക്കെ നമ്മൾ കുറെ പറയും. അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഇതൊന്നും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കില്ല. പക്ഷേ നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മൾ ജസ്റ്റ് കുറെ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് കുറെ ഡീറ്റെയിൽ ആയിട്ട് നല്ല ഡെപ്ത് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പോവാണ്. അതുകൊണ്ടാണ്. ഇനി നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ സിലബസിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ജനറേഷൻസ്. ബേസിക്കലി നമുക്ക് 5 ജനറേഷൻസ് ആയിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്നൊക്കെ. ഓക്കെ, പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എപ്പോഴും ചാറ്റ് ബോക്സ് നോക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നതിന് ഞാൻ നോക്കുമ്പോഴത്തേക്കുള്ള റിപ്ലൈ തരാം. ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നോക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ റിപ്ലൈ തരും കേട്ടോ. ഇപ്പം എല്ലാവരും മാക്സിമം നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുക. ഒരു നോട്ട് എടുക്കുക, ഒരു പെൻ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ വരുന്ന സ്ക്രീൻ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഓക്കെ 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 കണ്ടിന്യൂ ചെയ്യാമല്ലോ.
അപ്പോൾ സിമ്പിളായിട്ട് 5 ജനറേഷൻസ് ആണ് ഉള്ളത്. കമ്പ്യൂട്ടർ ജനറേഷൻസ് 5 ജനറേഷൻസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എടാ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ തരാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത് കഴിയുമ്പോൾ ഈ ചാനലിൽ തന്നെ വരും. പക്ഷേ അത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഒരു ലിങ്ക് ഉണ്ട്, ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. അതിനകത്ത് കയറുക, അതിനകത്ത് ഷെയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തത് അതിൻ്റെ കമ്പ്യൂട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മളിപ്പോൾ അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരേ സമയം എത്ര ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാം പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിസിലാണ്. രണ്ട് ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് നമ്മളിപ്പോൾ ബേസിക്കലി പറഞ്ഞ പഴയ കാലത്തെ കമ്പ്യൂട്ടേഴ്സ് ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സ് അതായത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കേസ് തന്നെ എടുക്കാം. പഴയ കാലത്തെ കമ്പ്യൂട്ടേഴ്സിന് വെച്ച് നോക്കുമ്പോൾ സൈസിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് ആൻഡ് ഫിസിക്കൽ സ്ട്രക്ചറിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ ഫിസിക്കൽ അപ്പിയറൻസ് ഒരു ഫാക്ടറാണ്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ, നമ്മൾ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ ജനറേഷൻസ് ആയിട്ട് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായേ എന്താണ് അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി. ഒന്നാമത്തെ ഫാക്ടറാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടാമത്തെ ഫാക്ടറാണ്, മൂന്നാമത്തത് ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് നാലാമത്തെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്. നോട്ട് ചെയ്ത് വെച്ചല്ലോ, ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. ഞാൻ അടുത്തതിലേക്ക് പോവാണേ. സിമ്പിളാ. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കണ്ടുപിടുത്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് 1940 നമ്മൾ വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിക്കുന്നത്. സോ അതാണ് നമ്മളെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. എന്താണ് 1940 മുതൽ 56 വരെയുള്ള ടൈമാണ് നമ്മുടെ വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിച്ച, അതാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ. ഇനി സെക്കൻഡ് ജനറേഷൻ എന്ന് പറയാൻ ട്രാൻസിസ്റ്റേഴ്സിന്റെ ഇന്നോവേഷൻ വന്നതോടുകൂടിയാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഏതാണ് 1956 മുതൽ 63 വരെയുള്ള ടൈം. ഇനി തേർഡ് ജനറേഷൻ നമ്മൾ ഐസിസിന്റെ കണ്ടുപിടുത്തം വന്നതിന് ശേഷമാണ് തേർഡ് ജനറേഷൻ ആയത് ഐസിസ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അത് 1964 മുതൽ 71 വരെയുള്ള ടൈം ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത് ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ്. നിങ്ങൾക്ക് ഇത് തന്നെയാണ് നിങ്ങളെ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ ഉണ്ടല്ലോ. സോ അതിനകത്ത് എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. എന്താണ് വാക്യൂം ട്യൂബ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറേ പഠി VLSI, അങ്ങനെ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. 5 ജനറേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞിട്ട് നമ്മളെ മെയിൻ ടോപ്പിക്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ജനറേഷൻസ് 5 ജനറേഷൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്യൂം ട്യൂബ്സ് ആണ്, രണ്ടാമത്തത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്, മൂന്നാമത്തത് ഐസിസ് ആണ്, നാലാമത്തത് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് ദ ഫിഫ്ത്ത് അതായത് ഇപ്പോഴത്തേതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മളെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവാണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന്. സിമ്പിളായിട്ട് പറഞ്ഞാൽ 4 പാർട്സ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ളത്. എത്ര പാർട്സ് ഉണ്ട്? 4 പാർട്സ്. ഓക്കെ, ഫസ്റ്റ് പാർട്ടാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടേ ലൈവ് നടത്തത്തുള്ളൂ. ഓക്കെ, രണ്ടാമത്തതാണ് സോഫ്റ്റ്വെയർ, മൂന്നാമത്തത് ഡാറ്റ, നാലാമത്തത് യൂസേഴ്സ്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ മൊഡ്യൂളിലെ നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിനെ നമുക്ക് 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എത്ര സെക്ഷൻസ് ആയിട്ട്? 3 സെക്ഷൻസ് ആയിട്ട്. അതിൽ ആദ്യത്തെ സെക്ഷനാണ് നമ്മളെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, അതായത് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചർ, അതിലുള്ള പാർട്സിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒന്നാമത്തെ സെക്ഷൻ. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ് രണ്ടാമത് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഫ്ലോ ചാർട്ട്സ് ആൻഡ് അൽഗോറിതംസ് എന്ന് പറയുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ. അവിടെ നിന്ന് ഉറപ്പറ്റ് 14 മാർക്ക് അവിടെ ഷുവർ ആണ്. അതിനെ തൊട്ട് മറ്റേ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്നുണ്ട്. ആ ടോപ്പിക്കിൽ നിന്നും ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളെ പാർട്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് ലാസ്റ്റ് ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു 4 പാർട്സ് ഉണ്ട്: ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനകത്ത് പഠിക്കാനുള്ള എന്താണ് ഹാർഡ്വെയർ എന്ന് പഠിക്കണം. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, അത് പഠിക്കും. സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിക്കും, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ പഠിക്കും. ഡാറ്റ എന്താണെന്ന് പഠിക്കും, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ പഠിക്കും. യൂസേഴ്സ് എന്താണെന്ന് പഠിക്കും, അതിനകത്ത് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ഡയഗ്രാം ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കാം. ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. എന്താണ് ഹാർഡ്വെയർ, യൂസർ, സോഫ്റ്റ്വെയർ, ഡാറ്റ. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ മെക്കാനിക്കൽ പാർട്സ് ഇല്ലേ, മെക്കാനിക്കൽ പാർട്സ്, അതായത് നമ്മുടെ എന്താണ് മോണിറ്റർ, CPU, നമ്മൾ എന്താണ് കീബോർഡ്, ഇങ്ങനെയുള്ള മെക്കാനിക്കൽ പാർട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെഫിനേഷൻ ഇങ്ങനെയുള്ളൂ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടറിന്റെ മെക്കാനിക്കൽ പാർട്സിനെ നമ്മൾ ഹാർഡ്വെയർ എന്ന് വിളിക്കും. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കീബോർഡ്, മോണിറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചാൽ അതിന് എക്സാമിന് എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ കമ്പ്യൂട്ടറിന് കുറേ കാര്യങ്ങൾ കൊടുക്കും, അതായത് അതിന് പെർഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കുക, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ ടാസ്ക് നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് ലൈവ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് തരാം, നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മളെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കിട്ടും ക്ലാസ് കേട്ടോ. അതിലായിരിക്കും വരുന്നത്, കാരണം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് പ്രൈവറ്റ് ആയിട്ടായിരിക്കും കിട്ടുക, പബ്ലിക് ആയിരിക്കില്ല കേട്ടോ. ഇനി അടുത്ത് ഡാറ്റ പറഞ്ഞു. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിന് എന്താണോ പെർഫോം ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അതാണ്. ഓക്കെ, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണേ. ഇനി അടുത്ത് യൂസേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായിട്ട് ആരാണോ ഇന്ററാക്ട് ചെയ്യുന്നത് അവരാണ് നമ്മുടെ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇത്രേ പറഞ്ഞു. ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, ഡാറ്റ എന്താണ്, യൂസേഴ്സ് എന്താണെന്ന് പഠിച്ചു. യൂസർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾ യൂസർ. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട്, അതായത് പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ട് ആണ് നമ്മളെ ഡാറ്റ. സോഫ്റ്റ്വെയർ എന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പാർട്സ് ആണ്. സെറ്റായ ആദ്യത്തെ കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ 4 പാർട്സ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, ഇനി അടുത്ത് മെയിൻ ക്വസ്റ്റ്യൻ. ഈ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലെ കമ്പോണൻസ് എന്തൊക്കെ? ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. ഏറ്റവും റൈറ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഒരു ഔട്ട്പുട്ട് യൂണിറ്റ്, അതായത് ഒരു ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, ടോപ്പ് ആയിട്ട് ഒരു മെമ്മറി യൂണിറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നടുക്കൊരു ബോക്സ് ഉണ്ട്, അതിനകത്ത് രജിസ്റ്റേഴ്സ്, കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ അടുത്തതിന്റെ ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞുതരാം. അതായത് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കണ്ടേ? നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കണം, നമ്മൾ കീബോർഡ് വഴി നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് കൊടുക്കും. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ്, കീബോർഡ്, മൗസ്, ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്താണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് തിരിച്ച് നമ്മൾ ഓൾറെഡി ഇൻപുട്ട് കൊടുത്തു, അത് പെർഫോം ചെയ്തിട്ട് നമുക്ക് ഏത് വഴിയാണോ തിരിച്ച് കിട്ടുന്നത്, അപ്പം അതുപോലുള്ള പാർട്സ് ആണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇനി മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ സിമ്പിൾ, നമ്മളെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പെർഫോം ചെയ്ത സാധനം നമുക്ക് സേവ് ചെയ്ത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെമ്മറി യൂണിറ്റ്. പിന്നെ ബാക്കി രജിസ്റ്റേഴ്സ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഇതിന് ടുഗദർ ആയിട്ട് നമ്മൾ പറയുന്നതാണ് CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. പലരും കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ CPU എന്ന് പറഞ്ഞാൽ. ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, കാരണം യൂണിവേഴ്സിറ്റി എക്സാമിന് പാർട്ട് ബിയിൽ 7 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആദ്യം നോക്കാം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഇപ്പം തന്നെ നമ്മൾ ഈ ലൈവിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ പറയുന്ന കാര്യം ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകണം. കാരണം നമുക്ക് ഇനി ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു ടൈം നമ്മൾ കണ്ടെത്തേണ്ടതില്ല. നമ്മൾ ഓരോ ലൈവും ആ ടൈമിൽ നമ്മൾ പഠിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ റിവിഷൻ തന്നിട്ടേ നമ്മൾ ക്ലാസ് നിർത്തുള്ളൂ, പേടിക്കേണ്ട. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വഴിയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, ഏതൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്, അത് ഇൻപുട്ട് യൂണിറ്റ്. നമുക്ക് എവിടെ വഴിയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, അത് ഔട്ട്പുട്ട് യൂണിറ്റ്. CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ, കോർഡിനേറ്റ്സ്, അതായത് കമ്പ്യൂട്ടറിനെ സൂപ്പർവൈസ്, കമ്പ്യൂട്ടറിന്റെ മൊത്തവും പാർട്സിനെയും കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? CPU ആണ്. CPUവിന്റെ എക്സ്പാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെയാണ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി ഈ CPUവിനകത്താണ് 3 ആൾക്കാരുള്ളത്. ഒന്നാമത്തെ ആളാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഒന്നാമത്തെ ആളാരാണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. രണ്ടാമത്തെ ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്. രണ്ടാമത്തെ ആരാണ്? കൺട്രോൾ യൂണിറ്റ്. മൂന്നാമത്തത് ആരാണ്? രജിസ്റ്റേഴ്സ്. ഓക്കെ 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 3 ആൾക്കാരുണ്ട്. CPUവിനകത്ത് 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചുവേ. ഇനി മൂന്നാമത്തെ ആളാണ് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, നമ്മുടെ ഡാറ്റാസ്, ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നതാണ് മെമ്മറി യൂണിറ്റ്. അപ്പോൾ അത് ബേസിക്കലി നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്തൊക്കെ ടൈപ്പ് ഓഫ് മെമ്മറി, എന്താണ് പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നൊക്കെ നമ്മൾ മുന്നത്തെ പഴയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മളെ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ഇതിൽ നമ്മൾ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ ലാസ്റ്റ് സെക്ഷൻ ഏതാണ്? ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതംസ്. അതിലാണ് ബബിൾ സോർട്ട്, സ്യൂഡോ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് തുടങ്ങുന്നത്. പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ മുതലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? ബേസിക്കലി പ്രോഗ്രാംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ നമ്മൾ ക്ലിയർ ആക്കി പഠിച്ചു. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഷോർട്ട് നോട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്തു വെക്കാം. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എക്സാം ടൈമിൽ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് മനസ്സിലാവും. അപ്പോൾ 3 പാർട്സ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, CPU,
മെമ്മറി യൂണിറ്റ്. അപ്പോൾ അത് മൂന്നും പഠിച്ച് ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് മെസ്സേജ് വരട്ടെ. ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഒക്കെ ആവോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇട്ടാലും മതി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഞാൻ ബാക്കി പഠിപ്പിച്ചു തരാം. ഓക്കെ ഓക്കെ. പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇടാവോ? ക്ലിയർ ആണോ? പെട്ടെന്ന് മെസ്സേജ് ഇടാവോ? യെസ്. ഓക്കെ, ഒരാൾ മാത്രമേ ഉള്ളൂ, രണ്ടാൾ. ഓക്കെ ഓക്കെ. മാക്സിമം എല്ലാവരും ചാറ്റ് ബോക്സിൽ അങ്ങ് മെസ്സേജ് ഇടുക. എടാ ഇതിനിടയ്ക്ക് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ക്ലാസ് എല്ലാവരിലേക്ക് എത്തണം. ഓക്കെ ഓക്കെ. എല്ലാവർക്കും ക്ലിയർ. സെറ്റ്. ഓക്കെ, സെറ്റാക്കി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും എല്ലാ കാര്യങ്ങളും. ഓക്കെ. എടാ ഇനി സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കില്ല കേട്ടോ. ഇനി ഞാൻ പറയുന്ന സാധനം ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. എല്ലാവരും ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ ഇതുപോലെയുള്ള ക്ലിയർ ആയിട്ട് ഫുൾ ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് ഓക്കെ ഓക്കെ, ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. എല്ലാ സബ്ജക്ട്സും തരുമെന്ന് ചോദിക്കുന്നുണ്ട്, നമ്മൾ മാക്സിമം നോക്കാം കേട്ടോ. ഓക്കെ, PPT ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടോടാ. എല്ലാം നമ്മളെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനകത്ത് ഒരു ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്, അതിലങ്ങ് ജോയിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഓക്കെ, സെറ്റ്. ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷൻസ്. നിങ്ങൾ വിചാരിക്കുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുമെന്ന്? ഇല്ല, നമുക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ എന്ത് പറഞ്ഞാലും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, അതിനുവേണ്ടി പറയുന്നത് ആപ്ലിക്കേഷൻ. നമ്മൾ എവിടെയൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്ക്, ബിസിനസ്, അല്ലെങ്കിൽ മെഡിസിൻ മേഖലയിൽ, എഞ്ചിനീയറിംഗിൽ, ഹോം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി നമ്മളെ പാർട്ട് ബി എക്സാമിൽ നിങ്ങളുടെ തൊട്ട് മുന്നത്തെ സീനിയേഴ്സിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താ ഈ സെക്ഷനിൽ നിന്നായിരുന്നു. കമ്പ്യൂട്ടർ സിസ്റ്റം ഹാർഡ്വെയർ ഈ സെക്ഷനിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ചോദിച്ചതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് പഠിക്കാം. അതായത് നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താ നമ്മൾ പഠിച്ചു. ഓക്കെ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനകത്ത് 4 പാർട്സ്: ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് യൂണിറ്റ്, CPU ഉണ്ട്, പിന്നെ ആരുണ്ട്? നമ്മളെ മെമ്മറി ഉണ്ട്. അപ്പോൾ ഈ ഓരോ ആൾക്കാരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാർഡ്വെയർ എന്ന സെക്ഷനിൽ. അപ്പം CPUവിനെ കുറിച്ച് പഠിക്കും, അതിനകത്ത് ആരൊക്കെ ഉണ്ട് അവരെ കുറിച്ച് പഠിക്കും. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് യൂണിറ്റ് അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് അങ്ങ് പഠിക്കും. അതായത് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇനിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന പാർട്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പം സിമ്പിൾ. ഇത് നമ്മൾ പണ്ടേ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് കേൾക്കുമ്പോഴത്തേക്കേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് CPU, ആരാണ് CPU എന്നൊക്കെ ചോദിച്ചാൽ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ വേർഡ് CPU. അതിന് നമ്മൾ പ്രോസസ്സർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഈ CPUവിനകത്ത് 3 ആൾക്കാരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു CPUവിനകത്ത് എത്ര ആൾക്കാരുണ്ട്? 3 പേരുണ്ട്. ഒന്നാമത്തെ ആളാണ് ALU. ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. രണ്ടാമത്തേതാണ് കൺട്രോൾ യൂണിറ്റ്. രണ്ടാമത്തെ ആരാണ്? കൺട്രോൾ യൂണിറ്റ്. മൂന്നാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ രജിസ്റ്റേഴ്സ്. അപ്പൊ 3 ആൾക്കാരുണ്ട്. നമുക്ക് ക്ലിയർ ആയ ആരൊക്കെയാണ്? ALU, CU, രജിസ്റ്റേഴ്സ്. ALU എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേഴ്സ് തന്നെയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. ഇനി ഇതിന്റെ ഞാനൊരു മദർ ബോർഡ് കാണിച്ചു തന്നതാ. നിങ്ങൾക്ക് വേറെ യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതുമായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടോ. നമ്മളെ ടൈം മാക്സിമം കുറയ്ക്കണ്ടേ? ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇനി യൂണിവേഴ്സിറ്റി എക്സാമിന്റെ 7 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം, അതിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ CPUവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. CPUവിനെ കുറിച്ച് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അതിന് 3 ആൾക്കാരുണ്ട്: ALU, CU, രജിസ്റ്റേഴ്സ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ALUവിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ആരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ALU. ALU എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് യൂണിറ്റ് ആൻഡ് ലോജിക്, അല്ലെങ്കിൽ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയാം. അതായത് നമ്മളെ ALUവിനകത്ത് വീണ്ടും 2 ആൾക്കാരുണ്ട്. ഏതൊക്കെ യൂണിറ്റ്സ് ആണ്? അരിത്മെറ്റിക് യൂണിറ്റ്സും ഉണ്ട്, ലോജിക് യൂണിറ്റ്സും ഉണ്ട്. എത്ര യൂണിറ്റ്സ് ഉണ്ട്? 2 യൂണിറ്റ്സ്. ആരൊക്കെയാണ്? അരിത്മെറ്റിക് യൂണിറ്റ്സും ലോജിക് യൂണിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എഴുതാൻ പറ്റും. അരിത്മെറ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുത്താൽ അവിടെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന ആരാണ്? അരിത്മെറ്റിക് യൂണിറ്റ്. ഇനി ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന ആള് ലോജിക് യൂണിറ്റ്. ഇനി അതിന് എക്സാമ്പിൾ പഠിപ്പിച്ചു തരാം. അതായത് നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസിന് എക്സാമ്പിൾ ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. സോ ഇതൊക്കെ പെർഫോം ചെയ്യുന്ന യൂണിറ്റ് ആരാണ്? അരിത്മെറ്റിക് യൂണിറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ലോജിക് യൂണിറ്റ് ചെയ്യുന്ന എന്താണ്? ലോജിക്കൽ ഓപ്പറേഷൻസ്. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, അതായത് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, അത് ലോജിക്കാണ്. അപ്പം ലോജിക് യൂണിറ്റ് അതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ 2 യൂണിറ്റ്സ് ആരൊക്കെയാണ്? അരിത്മെറ്റിക് യൂണിറ്റ്സും ലോജിക് യൂണിറ്റ്സും. അരിത്മെറ്റിക് യൂണിറ്റ് എന്ത് ചെയ്യും? അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ലോജിക് യൂണിറ്റ് എന്ത് ചെയ്യും? ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഇനി വീണ്ടും പറഞ്ഞു എന്തൊക്കെയാണ് അരിത്മെറ്റിക് എന്താണ് ഓപ്പറേഷൻസിന് എക്സാമ്പിൾ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇനി ലോജിക് യൂണിറ്റ് ചെയ്യുന്നത് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ALU പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്.
രജിസ്റ്റേഴ്സിലേക്ക് പോവാണ്. ഓക്കെ പോവാല്ലേ? പോവാണേ രജിസ്റ്റേഴ്സിലേക്ക്. നമ്മളിപ്പോൾ പറഞ്ഞു CPU എന്താണെന്ന് പറഞ്ഞു, ALU എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തൊരാളെ കുറിച്ച് പഠിക്കുന്നു, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്കിപ്പം പെർഫോം ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ടാസ്ക് കൊടുത്തു, കമ്പ്യൂട്ടറിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊടുത്തു. അപ്പോൾ അത് ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ടാസ്ക് സേവ് ചെയ്ത് ഓരോരോ ടാസ്ക് ആയിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ അത് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ CPU ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് രജിസ്റ്റേഴ്സിന്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയാസ് ആണ്, അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയാസ് ആണ്. അതായത് നമ്മളിപ്പോൾ പ്രൈമറി മെമ്മറി പറഞ്ഞു, സെക്കൻഡറി മെമ്മറി, അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ആണ് രജിസ്റ്റേഴ്സ്. ഇനി ഇതിനെക്കാളും ഞാൻ സിമ്പിൾ ആയിട്ട് ഇനി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ ആണ്. നോട്ട് ദ പോയിന്റ് എന്താണ് ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയസ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്. എന്താണ് സ്റ്റോറേജ് കപ്പാസിറ്റി? വളരെ കുറവാണ്, ലീസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഓക്കെ, ഇനി മൂന്നാമത്തെ മെയിൻ പോയിന്റ്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡയറക്ട്ലി ആക്സസ്ഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് ബൈ CPU ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് എക്സിക്യൂഷൻ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ CPU എന്തെങ്കിലും ഒരു ടാസ്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പോകുമ്പോഴത്തെ അത് ഡയറക്ട്ലി നമ്മുടെ രജിസ്റ്റേഴ്സിൽ നിന്ന് CPU ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, രജിസ്റ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഇൻസ്ട്രക്ഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ സിമ്പിളായിട്ട് എന്ത് ഫാസ്റ്റ് ആണെന്നൊക്കെ പറയാനായിട്ടുള്ള കാര്യം. ഇത്രേ ഉള്ളൂ. രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ 3 കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. ഒന്നാമത്തത് ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ, രണ്ടാമത്തെ കാര്യം എൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്, മൂന്നാമത്തെ നമ്മുടെ CPU ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. പഠിച്ചു, ആ 3 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ ഒന്നാമത്തത്, രണ്ടാമത്തെ ലീസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി, മൂന്നാമത്തെ മാനിപ്പുലേറ്റഡ് ബൈ CPU. ഓക്കെ, 3 പോയിന്റ് സെറ്റ് ആയേ? ഇനി ഒരാളെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ ഒരു ഓക്കെ. ആരാണ്? കൺട്രോൾ യൂണിറ്റ്. ആരാണ്? കൺട്രോൾ യൂണിറ്റ്. അപ്പൊ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഓവറോൾ എന്ത് ചെയ്യുക, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ്. ആ പേര് നമ്മൾ ഈ C പ്രോഗ്രാമിന്റെ മൊഡ്യൂൾ 1 ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് 1-2 പോയിന്റ്സ് എഴുതാൻ പറ്റും. ഇപ്പൊ കൺട്രോൾ യൂണിറ്റ് എന്ന് ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വേർഡ് കേട്ടാൽ തന്നെ നമുക്ക് പറയാം കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് എന്ന് നമ്മുടെ മനസ്സിൽ വരും, ഇല്ലേ? അപ്പോൾ എന്താണ്, നമ്മുടെ CPU അല്ല, നമ്മുടെ മൊത്തം ടോട്ടൽ സിസ്റ്റത്തെയും കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, നമ്മൾ ക്ലിയർ ആയേ, സെറ്റ് ആയേ? എന്താണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മളെ ടോട്ടൽ, അതായത് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ആക്ടിവിറ്റി ഓഫ് അതർ യൂണിറ്റ്, മറ്റുള്ള യൂണിറ്റുകളുടെ എല്ലാവരുടെയും ആക്ടിവിറ്റീസിനെ എന്താണ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആക്ട് ആസ് എന്താണ് സൂപ്പർവൈസർ ആണ്. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. സ്ക്രീനിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കും, ബട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അത് ഷുവർ ആണ്, നമുക്ക് അത് എഴുതുമ്പോഴത്തേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ, എല്ലാ പാർട്സിനെയും കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്, കോർഡിനേറ്റ്സ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് യൂണിറ്റ്സ്. ഇൻപുട്ട് യൂണിറ്റിനെയും കോർഡിനേറ്റ് ചെയ്യുക, ഔട്ട്പുട്ട് യൂണിറ്റിനെയും കോർഡിനേറ്റ് ചെയ്യുക. ആൻഡ് നമ്മളെ ടോട്ടൽ സിസ്റ്റത്തെയും കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരാൾ കൂടിയേ ഉള്ളൂ, മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം മെമ്മറി യൂണിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈമറി ഉണ്ടെന്ന് പറഞ്ഞു, മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് മൂന്നാമതൊരാളുണ്ട്. അതാരായിരിക്കും? ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞ ഒരു പുതിയൊരാൾ നമ്മൾ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, നമുക്ക് മെമ്മറി യൂണിറ്റ് 2 എണ്ണം ഉണ്ട്, പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ മൂന്നാമതൊരാൾ കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, എന്താണ് ക്യാഷ് മെമ്മറി എന്താണെന്ന്. ഓക്കെ, അപ്പൊ മെമ്മറി യൂണിറ്റ് ഇപ്പോൾ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നിടത്ത് 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിന്റെ ഹൈറാർക്കി ഉണ്ട്, അതായത് സ്റ്റോറേജ് കപ്പാസിറ്റി വൈസ് നമുക്ക് ഏതിനാണ് കൂടുതൽ ഏതിനാണ് കുറവെന്ന് നോക്കണം. ആൻഡ് അതിന്റെ സ്പീഡ് എങ്ങനെയാണ്, അതാണ് നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത്. ഓക്കെ, മെമ്മറി ഹൈറാർക്കി. ഓക്കെ, എടാ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത ക്ലാസ് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തരും. നിങ്ങൾ കാണേണ്ട നമ്മുടെ ഗ്രൂപ്പ്, അതായത് നമ്മളിപ്പം ഈ കാണുന്ന ലൈവിന്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എവിടെ പോവുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തിരുന്നാൽ അത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് പാർട്ടിസിപ്പൻസിനെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓൺലി അഡ്മിൻസിനെ മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ നമ്മൾ ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ട്സും നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സസ് വരുമ്പോഴത്തേക്ക് റെക്കോർഡഡ് ക്ലാസ്സിന്റെ ലിങ്കും എല്ലാം നിങ്ങൾക്ക് അതിൽ തരും. നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, നമുക്ക് എല്ലാ സബ്ജക്ട്സിന്റെയും ക്ലാസ് വരുന്നുണ്ട്.
സോ മക്കളെ, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. എന്താണ്, വീണ്ടും ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ട്, നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ട്, നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ ഇനിയും ഷെയർ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇപ്പം ക്ലാസ് കാണുന്ന എല്ലാവരും ജസ്റ്റ് ആ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലായിരിക്കും ഇനിയുള്ള ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. കാരണം എല്ലാ ഗ്രൂപ്പിലും എപ്പോഴും വരണമെന്നില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം ക്ലാസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ബാക്കി നോക്കാം. മെമ്മറി ഹൈറാർക്കി. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ കേസ് പറയാവേ. സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ കേസാണ് ആദ്യം ഞാൻ പറയുന്നത്. ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ ഏറ്റവും താഴെയുള്ള ആൾക്ക് ആരാണ്? മാഗ്നറ്റിക് ടേപ്പിനാണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്. ഇനി തൊട്ട് മുകളിൽ ആരാണ്? മാഗ്നറ്റിക് ഡിസ്ക്. അതപ്പോൾ കുറച്ചുകൂടി എന്തായിരിക്കും? കപ്പാസിറ്റി കുറവായിരിക്കും. ഇനി അതിനേക്കാളിലും കുറവായിരിക്കും തൊട്ട് മുകളിലുള്ള ആര്? പ്രൈമറി മെമ്മറി, അയാൾക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും. ഇനി തൊട്ട് മുകളിലേക്ക് വരുമ്പോഴത്തെ ക്യാഷ് മെമ്മറി, അതിന് കുറച്ചുകൂടെ കുറവായിരിക്കും. ആൻഡ് ഫൈനലി ഏറ്റവും കുറവ് ആർക്കാണ്? രജിസ്റ്റേഴ്സിനാണ്. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായേ. ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ആരാണ്? മാഗ്നറ്റിക് ടേപ്പാണ്. ഇനി രണ്ടാമത്തത് കുറച്ചുകൂടി കപ്പാസിറ്റി കുറവാണ് നമ്മളെ മാഗ്നറ്റിക് ഡിസ്കിന്, അതിനേക്കാളിലും കുറവാണ് പ്രൈമറി മെമ്മറിക്ക്, അതിനേക്കാളിലും കുറവാണ് ക്യാഷ് മെമ്മറിക്ക്, അതിനേക്കാളിലും കുറവാണ് രജിസ്റ്റേഴ്സിന്. ഓക്കെ, അപ്പം ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ, ആർക്കാണ് കപ്പാസിറ്റി കുറവെന്ന് നമ്മൾ പഠിച്ചു, സെറ്റായിട്ട് അത് പഠിച്ചു. ഇനി ഇതിന് സ്പീഡ് വൈസ് നോക്കുമ്പോൾ നേരെ തിരിച്ചാ. ആള് ചെറുതാണ്, സൈസ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. രജിസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് കൂടുതൽ. ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് കൂടുതൽ? രജിസ്റ്റേഴ്സിനാണ്. അപ്പൊ താഴേക്ക് വരുമ്പോൾ, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്ക് സ്പീഡ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് ക്യാഷ് മെമ്മറിക്ക് കുറച്ചുകൂടി എന്ത് കുറവായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. അതിനേക്കാളിലും കുറച്ചുകൂടി കുറവായിരിക്കും പ്രൈമറി മെമ്മറിക്ക്, അതിനേക്കാളിലും സ്പീഡ് കുറവായിരിക്കും മാഗ്നറ്റിക് ഡിസ്കിന്, അതിനേക്കാളിലും കുറവായിരിക്കും മാഗ്നറ്റിക് ടേപ്പിന്. അപ്പോൾ ആക്സസ് സ്പീഡിന്റെ കേസിൽ ഏറ്റവും കൂടി നിൽക്കുന്നത് ആർക്കാണ്? രജിസ്റ്റേഴ്സിനാണ്. ഓക്കെ, ഇനി സ്റ്റോറേജ് കപ്പാസിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റോറേജ് കപ്പാസിറ്റി ആർക്കാണ് ഏറ്റവും കൂടുതൽ? മാഗ്നറ്റിക് ടേപ്പിനാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ മാഗ്നറ്റിക് ടേപ്പിനും, ആക്സസ് സ്പീഡ് കൂടുതൽ രജിസ്റ്റേഴ്സിനും. ഓക്കെ, ഇനി ഇതിന്റെ കോസ്റ്റ് നോക്കാം. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ചിന്തയായിരിക്കും രജിസ്റ്റേഴ്സ് സംഭവം ചെറുതാണ്, കപ്പാസിറ്റി കുറവാണ്, അപ്പൊ വിലയും കുറവായിരിക്കുന്നു. പക്ഷേ നേരെ തിരിച്ചാണ്. എന്താണ് സംഭവം എന്നറിയാവോ? അതായത് രജിസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത്, ഏറ്റവും കൂടുതൽ വില വരുന്നത് ആർക്കാണ്? രജിസ്റ്റേഴ്സിനാണ്. അപ്പൊ തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് വില കുറഞ്ഞു വരും. അപ്പൊ നമ്മളെ 3 കാര്യങ്ങളാണ് മെമ്മറി ഹൈറാർക്കിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഓർഡർ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂടാ. സ്റ്റോറേജ് കപ്പാസിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ടേപ്പിനാണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്, രജിസ്റ്റേഴ്സിന് കപ്പാസിറ്റി കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ആക്സസ് സ്പീഡിന്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ രജിസ്റ്റേഴ്സിനായിരുന്നു, താഴേക്ക് വന്നപ്പോഴത്തേക്ക് കുറഞ്ഞു വന്നു. ഇനി കോസ്റ്റ് നമ്മൾ പറഞ്ഞു. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ആള് കുറവാണ്, സൈസ് കുറവാണ്, കപ്പാസിറ്റി കുറവാണ്, എങ്ങനെ ഇരുന്നാലും ശരി അയാൾക്ക് സ്പീഡ് കൂടുതലാണ്, അതുപോലെ തന്നെ വിലയും കൂടുതലാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സെറ്റായേ? ഇനി അടുത്ത് ഒരാളെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഷൻ ഇവിടെ വെച്ച് നമുക്ക് ഈ ടോപ്പിക്ക് ഒരുവിധം ആവും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ക്യാഷ് മെമ്മറി. ഞാൻ നേരത്തെ പറഞ്ഞ 3 ടൈപ്പ് മെമ്മറി എന്ന് ഞാൻ പിന്നെ പറഞ്ഞു, പ്രൈമറി, സെക്കൻഡറി, ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു. എന്താണ് ക്യാഷ് മെമ്മറി എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ റാമിനും CPU-നും ബിറ്റ്വീൻ, അതായത് രണ്ടിനും ഇടയ്ക്കുള്ള ഹൈ സ്പീഡ് മെമ്മറി നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, ആ കാര്യം മനസ്സിലായേ? ഹൈ സ്പീഡ് മെമ്മറി ബിറ്റ്വീൻ റാം ആൻഡ് CPU. നോട്ട് ദ പോയിന്റ്, ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് റാമിനും CPU-നും ഇടയ്ക്കുള്ള ഹൈ സ്പീഡ് മെമ്മറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, ഇനി ചിലർക്ക് നമ്മൾ പറയുന്ന ക്ലാസ് കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് തോന്നാം. അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മളെ പ്ലേബാക്ക് സ്പീഡ് ഉണ്ട്. സോ അതെന്ത് ചെയ്യുക, ഒരു 0.75 മാറ്റിയാൽ കുറച്ചുകൂടെ സ്ലോ ആവും. ഇനി നമ്മളെ ക്ലാസ് സ്ലോ ആയിപ്പോയി എന്ന് പറയുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ലൈവ് ആണ്, അപ്പൊ സ്പീഡ് കൂട്ടി കാണാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ബാക്കിലോട്ട് സ്കിപ്പ് ചെയ്യുക, വീണ്ടും കണ്ടുവരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാൻ, ഞാനത് പഠിപ്പിച്ചുതരാം. ഓക്കെ, അപ്പൊ ക്യാഷ് മെമ്മറി നമ്മൾ പറഞ്ഞു, റാമിനും CPU-നും ഇടയ്ക്കുള്ള ഹൈ സ്പീഡ് മെമ്മറി നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, ഇനി ക്യാഷ് മെമ്മറി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടറിന് ഇപ്പൊ എന്തെങ്കിലും ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ്, അതായത് ഇൻക്രീസ് സ്പീഡ് ഓഫ് പ്രോസസിംഗ് സ്പീഡ് എന്ത് ചെയ്യുക, കൂട്ടുകയാണ് നമ്മുടെ ക്യാഷ് മെമ്മറി ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് മെമ്മറി എന്താ ചെയ്യുന്നത്, നമ്മളെ പ്രോസസിംഗ് സ്പീഡ് എന്ത് ചെയ്യാണ്, കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് പഠിച്ചേ. അപ്പൊ 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, അത് റാമിനും CPU-നും ഇടയ്ക്കുള്ള ഹൈ സ്പീഡ് മെമ്മറി നമ്മൾ വിളിക്കുന്ന പേര് ക്യാഷ് മെമ്മറി. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് എന്താണ്, സ്പീഡ് ഓഫ് പ്രോസസിംഗ് സ്പീഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്തൊരു മെമ്മറി ഉണ്ടായിരുന്നു, ആരാണ്,
പ്രൈമറി മെമ്മറി. ആരാണ്? പ്രൈമറി മെമ്മറി. ഈ പ്രൈമറി മെമ്മറിയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന ആളാണ് ആര്? പ്രൈമറി മെമ്മറി. അപ്പൊ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അടുത്ത് അതും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ പ്രൈമറി മെമ്മറി ഇത്രയേ ഉള്ളൂടാ. നമ്മളെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് പ്രൈമറി മെമ്മറിയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? അതായത് ഒരു ഡാറ്റ ഇപ്പൊ പ്രോസസ്സിങ് ചെയ്യുന്ന ടൈമിൽ ആ സെറ്റ് ഓഫ് ഡാറ്റയെയും ഇൻസ്ട്രക്ഷനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ പ്രൈമറി മെമ്മറി ചെയ്യുന്നത്. പ്രൈമറി മെമ്മറി എന്താ ചെയ്യുന്നത്? ഒരിപ്പോൾ ഡാറ്റ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും? ഡാറ്റാസും അല്ല പിന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നത് ആരാണ്? പ്രൈമറി മെമ്മറിയാണ്. ഓക്കെ, അപ്പൊ സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഡ്യൂറിങ് ദ പ്രോസസ്സിങ് ഓഫ് ഡാറ്റ. ഓക്കെ, ഡാറ്റ പ്രോസസ്സിങ് ചെയ്യുന്ന ടൈമിൽ ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മളെ പ്രൈമറി മെമ്മറിയാണ്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് ഓഫ് പ്രൈമറി മെമ്മറി ഉണ്ട്. റാം എന്നും റോം എന്നും നമ്മൾ വിളിക്കും. നമുക്കിതൊക്കെ അറിയാം അല്ലേ? റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. അതായത് നമ്മളെ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റാം. അപ്പൊ റോം എന്തായിരിക്കും? പെർമനന്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ എന്താണ്? റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമനന്റും ആൻഡ് റാം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. ആ പോയിന്റ് നിങ്ങൾ മാറിപ്പോരുത്. റാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടെമ്പററി ഡാറ്റാസും കാര്യവും എന്താണ് യൂസ് ഇതിന് എന്താണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എടാ ഡാറ്റ ക്ലാരിറ്റി കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു 720 ആക്കി വെച്ചാൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും. എന്താണ് നമ്മുടെ റെസൊല്യൂഷൻ? ഓക്കെ, 720 ആക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ സെറ്റിംഗ്സ് ആയിരിക്കും. നിങ്ങൾ ഡാറ്റ സേവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡാറ്റ നമ്മളെ വീഡിയോ ക്വാളിറ്റി കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. ജസ്റ്റ് അതൊന്ന് ക്വാളിറ്റി കൂട്ടിയാൽ മതി. ഓക്കെ, മിനിമം 360p എങ്കിലും ഇല്ലാതെ നിങ്ങൾക്ക് കാണാൻ ഒട്ടും പറ്റില്ല. 720p ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, സിമ്പിൾ. നമ്മൾ പറഞ്ഞു റാം ഉണ്ട്, റോം ഉണ്ട്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, അതാണ് ടെമ്പററി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നതാണ്. ഇനി റോം ാണ് വോളറ്റൈലും നോൺ വോളറ്റൈൽ അതവിടെ നിൽക്കട്ടെ. സിമ്പിൾ ഇങ്ങനെ മനസ്സിലാക്കുക. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാര്യം. അപ്പൊ രണ്ട് കാര്യങ്ങൾ മാറ്റിയത്. റാം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആവശ്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, റോം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രൈമറി മെമ്മറിയുടെ കാര്യത്തിൽ നമ്മൾ 2-3 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റാണ് മെയിൻ മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടും. രണ്ടാമത്തത് ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്ന ടൈമിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. മൂന്നാമത്തെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, റാമും റോമും. റാം എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ്, റോം എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണ്ടേ? നമ്മളെ C പ്രോഗ്രാമിംഗ് ഇപ്പോൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് റെഫർ ചെയ്തൊക്കെ പഠിക്കണ്ടേ? അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഞാൻ PDF ഫയൽ സെൻഡ് ചെയ്ത് തരും. സോ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ എന്ത് ചെയ്യണം? ഓക്കെ 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 ഇനി ഇതിൻ്റെ തമ്മിൽ ഓക്കെ ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തരാടാ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം വേറെന്തോ മെസ്സേജ് ഇടുന്നുണ്ട്. ഓക്കെ, ഞാൻ നിന്നെ നോക്കിക്കോളാം. ഏതായാലും സെക്കൻഡറി മെമ്മറി കൂടെ പറഞ്ഞിട്ട് ഞാൻ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എടാ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡാറ്റാസിനെ എന്ത് ചെയ്യാണ്? പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യുന്ന ആളാണ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, ഡാറ്റാസിനെ പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യുന്ന ആളാണ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ആ സേവ് ചെയ്ത് വെച്ചിരുന്ന ഡാറ്റ നമുക്ക് ലോസ് ആയി പോകും. ഇപ്പം ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ടാസ്ക് നമ്മൾ ചെയ്താലും ഓൾറെഡി ആ നമ്മളെ കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന ടൈമിൽ അതിനകത്ത് കാണാൻ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മളത് സേവ് ചെയ്യാതെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യണം. സേവ് എവിടെയാണ് ചെയ്യുന്നത്? സെക്കൻഡറി മെമ്മറിയിലാണ്. അപ്പോൾ നമുക്ക് പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കപ്പാസിറ്റി വളരെ കൂടുതലാണ്, ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി കമ്പയർഡ് ടു എന്താണ് നമ്മളെ പ്രൈമറി മെമ്മറി. അപ്പോൾ പ്രൈമറി മെമ്മറിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ സെക്കൻഡറി മെമ്മറിക്ക് എന്ത് കൂടുതലാണ്? കപ്പാസിറ്റി കൂടുതലാണ്, പക്ഷേ വിലയും കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ രജിസ്റ്റേഴ്സ് നമ്മളെ ക്യാഷ് മെമ്മറിയുടെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ സൈസ് കുറവാണ് പക്ഷേ വില കൂടുതലാണ്. ഇവിടെ സൈസ് കൂടുതലാണ് പക്ഷേ വില കുറവാണ്. ഓക്കെ 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 അപ്പൊ ഇത്രയും ക്ലിയർ ആയേ? ഇനി ഒരു കുഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പാർട്ട് എയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ബസ് എന്നാണ്. നമ്മളെ ബസ് നമ്മളിപ്പോൾ ബേസിക്കലി ഞാൻ ബസ് എന്ന കൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബേസിക്കലി നമ്മൾ ബസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ KSRTC നമ്മളെ ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ് യൂസ് ചെയ്യുന്നത്.
അതുപോലെ നമ്മളെ കമ്പ്യൂട്ടറിനകത്തുള്ള ബസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാസിനെയും ഇൻസ്ട്രക്ഷൻസിനെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഇവിടെ സ്ഥലം എന്നല്ല നമ്മൾ പറയുന്ന, ഒരു കമ്പോണന്റിൽ നിന്ന് മറ്റൊരു കമ്പോണന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്താണ്, അല്ലെങ്കിൽ ആ പോകുന്ന പാത്താണ്, ആ പോകുന്ന വഴിയാണ് നമ്മുടെ ബസ്. നമ്മൾ ബേസിക്കലി ഇങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ നോർമലി ബസ് ഉപയോഗിക്കുന്ന എന്തിനാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ നമ്മളെ സി പ്രോഗ്രാം, നമ്മളെ കമ്പ്യൂട്ടറിന്റെ കേസിൽ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ സിഗ്നൽസ് ഇല്ലേ, നമുക്കിപ്പം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തു, ഒരു കമ്പോണന്റിൽ നിന്ന് മറ്റൊരു കമ്പോണന്റിലേക്ക് പോകാനായിട്ടുള്ള പാത്തിനെയാണ് നമ്മൾ ഇവിടെ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയേ. ഇനി നമ്മുടെ ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും ഇതൊക്കെ നമ്മുടെ CPU ആയിട്ട് കണക്ട് ചെയ്യുന്നത് ബസ് വഴിയാണ്. ഓക്കെ, ഇനി ബസ്സിന്റെ ടൈപ്സ് ആണ്, ഇന്റേണൽ ബസ്സും ഉണ്ട്, എക്സ്റ്റേണൽ ബസ്സും ഉണ്ട്. അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നമ്മളിപ്പം ബേസിക്കലി ഒരു ലാപ്ടോപ്പിൽ ഒരു എക്സ്റ്റേണൽ കീബോർഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ ബ്ലൂടൂത്ത് വഴി, അത് ഇപ്പോഴത്തെ കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. പക്ഷേ അതിന് മുന്നേ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണ്, USB കേബിൾ വഴി കണക്ട് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ സിസ്റ്റത്തിന് പുറത്തു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അപ്പം അതിനെ വിളിക്കുന്നതാണ് നമ്മുടെ എന്താണ്, എക്സ്റ്റേണൽ ബസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ്റ്റേണൽ ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് പുറത്തു കൂടി കണക്ട് ചെയ്യുന്നതാണ്. അപ്പം ഇന്റേണൽ ബസ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, നമ്മളെ മദർ ബോർഡിനകത്ത് കുറേ സെഗ്മെന്റ്സ് ഉണ്ട്, അപ്പം കുറേ കമ്പോണൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കുഞ്ഞു ICs, ട്രാൻസിസ്റ്റേഴ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പോണൻസ് ഉണ്ട്. അപ്പം ഈ കമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഇന്റേണൽ ബസ്. അപ്പം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ക്ലിയർ ആയ. ബസ് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്, നമ്മളെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാത്വേനെ നമ്മൾ വിളിക്കുന്ന പേര് ബസ് ആണ്. ബസ് രണ്ട് ടൈപ്പ് ഓഫ് ബസ് ഉണ്ട്, ഇന്റേണൽ ബസ് ഉണ്ട്, എക്സ്റ്റേണൽ ബസ്. ഇന്റേണൽ ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത്, നമ്മുടെ സർക്യൂട്ട് ബോർഡിനകത്ത് വരുന്ന ബസ്, അതായത് പാത്ത് വേ ആണ് നമ്മുടെ ഇന്റേണൽ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എക്സ്റ്റേണൽ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ CPU, മെമ്മറി ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ മെയിൻ ആയിട്ടും ഇത്രയായിരുന്നു വന്നത്. ഓക്കെ, ബേസിക്കലി നമ്മളെ ഫസ്റ്റ് സെക്ഷൻ ഇത്രയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആവും. ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാവോ? ചാറ്റ് ബോക്സിൽ മെസ്സേജ് വരട്ടെ. ക്ലിയർ ആണെങ്കിൽ തംസ് അപ്പ്, ക്ലിയർ ആയില്ലെങ്കിൽ ഏത് ടോപ്പിക് ആണെന്ന് പറയാം, നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവോ? ഫസ്റ്റത്തെ സെക്ഷൻ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ. ഓക്കെ, ഒരാൾക്കേ ക്ലിയർ ആയുള്ളൂ. എല്ലാവരുടെ മെസ്സേജ് വരട്ടെ. ഇവിടെ 65 ഇത്രയും പേര് ക്ലാസ് കാണുന്നുണ്ട്, അപ്പം അത്രയ്ക്കുള്ള റെസ്പോൺസ് വരുന്നില്ല. റെസ്പോൺസ് വരട്ടെ. ഏത് ടോപ്പിക്കാണ് ഡൗട്ട്, ആ ഡൗട്ടുള്ള ടോപ്പിക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അതൊന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ. ജസ്റ്റ് ഒന്ന് സമ്മറി പറയോ? ബേസിക്കലി പറഞ്ഞുതരാം. ഓക്കെ, നിനക്ക് ഇവിടെ കുറേ നേരം കൊണ്ട് ക്യാഷ് മെമ്മറി റാമും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടാ. ഡിഫറൻസസ് ഇത് മാത്രം, നമ്മൾ 3 സെറ്റ് ഓഫ് ഡിഫറൻസ്. ഒന്ന് നമ്മൾ എന്താണ്, ക്യാഷ് മെമ്മറിയും റാമും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കും, കമ്പൈലേഴ്സ്, ഇന്റർപ്രിറ്റേഴ്സ്, അങ്ങനെ 1-2 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, ജസ്റ്റ് ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഇനി സ്ലൈഡ് ഒന്നും മാറ്റാൻ നിൽക്കുന്നില്ല, ഞാൻ ഫസ്റ്റ് തൊട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? എന്താണ് കമ്പ്യൂട്ടർ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് തരുന്ന ആളാണ് കമ്പ്യൂട്ടർ. അത്രയും പറഞ്ഞു. ഇനി ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ പറഞ്ഞു, അതായത് കമ്പ്യൂട്ടർ ഏതൊക്കെ ജനറേഷൻസ് ആണെന്ന്. 5 ജനറേഷൻ. പക്ഷേ അത് സിലബസ് ഇല്ല കേട്ടോ, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. സിലബസിലില്ല, നിങ്ങൾക്ക് പഠിക്കാതിരിക്കാം. വേണമെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്താൽ നോ പ്രോബ്ലം. അപ്പോൾ 5 ജനറേഷൻ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. ദെൻ അതിൽ നിന്ന് എന്താണ് ഇങ്ങനെ ഓരോരോ ഇതാണ്. നമുക്ക് അതിൽ മെയിൻലി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടോപ്പിക്സ് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. ഓക്കെ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ 5 ജനറേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് വെരി ഇമ്പോർട്ടൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, അതിനുശേഷം നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇവിടെ ഒരുത്തൻ +2 ബയോ. ഓക്കെ, നിങ്ങൾ ബയോ സയൻസ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ബേസിക് ക്ലാസ് മുതൽ അടുത്ത മൊഡ്യൂളിലോട്ട് എടുക്കുന്നത് ഞാനായിരിക്കില്ല. ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ എടുത്തിരുന്നു. അടുത്ത മൊഡ്യൂളിലോട്ട് പ്രോഗ്രാംസിൽ എക്സ്പെർട്ട് ആയവരുണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് എന്ത് ചെയ്യും, പ്രോഗ്രാംസ് റൺ ചെയ്ത് കാണിക്കും. കമ്പൈലേഴ്സ് യൂസ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യും, പ്രോഗ്രാംസ് ലൈവായിട്ട് കമ്പൈലേഴ്സ് യൂസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റ് ഇപ്പൊ തന്നെ പലർക്കും അറിയില്ല, എന്താണ് ആംപ്രസന്റ്, അല്ലെങ്കിൽ ഇപ്പൊ ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ പോലും അറിഞ്ഞുകൂടാത്തവരുണ്ടാവും. നോ പ്രോബ്ലം, നമ്മുടെ ക്ലാസ്സിന് കയറുക. നിങ്ങൾ ബേസിക് കാര്യങ്ങൾ മുതൽ നിങ്ങൾക്ക് പ്രോഗ്രാം ലൈവായിട്ട് ചെയ്ത് റൺ ചെയ്ത് കാണിച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പൈലേഴ്സ് മൊബൈലിൽ തന്നെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, സെയിം പ്രോഗ്രാംസ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്.
നമ്മുടെ ചാനലിൽ വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ ക്ലാസ്സസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രം നിങ്ങൾ ചെയ്യുക. പിന്നെ ലൈക്ക് മറക്കരുത്, സബ്സ്ക്രൈബ് മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് 3 നിങ്ങൾ ചെയ്താൽ മതി, ബാക്കി നമ്മൾ ചെയ്തു തരും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിനകത്ത് എന്തൊക്കെയുണ്ട്, മെക്കാനിക്കൽ പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വേണേ ഇനി സ്ലൈഡ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇനി പഠിച്ചില്ല എന്ന് വേണ്ട. ഓക്കെ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതായത് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, CPU ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ്. ഇനി ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതാണ് നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ CPU ഉണ്ട്, CPUവിനകത്ത് 3 ആൾക്കാരുണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ്. ഇനി നമ്മൾ മെമ്മറി യൂണിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ഇൻപുട്ട് യൂണിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ഔട്ട്പുട്ടിനെ കുറിച്ച് പഠിച്ചു, കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച് പഠിച്ചു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയാണ് ബേസിക്കലി നമ്മൾ പഠിച്ചത്. ഇതിലൊരു ഡൗട്ടും ഇല്ലെന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഓക്കെ, ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ. ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പൊ തന്നെ 40 മിനിറ്റ് നമ്മളെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ 40 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു സെക്ഷൻ പഠിച്ചു. ഇനി 2 സെക്ഷൻസ് കൂടി ഉണ്ട്, അതുകൂടെ തീർത്താലേ നമുക്ക് ഇന്നത്തെ ലൈവ് നിർത്താൻ പറ്റൂ. രണ്ടാമത്തെ സെക്ഷൻ ഇന്ററാക്ഷൻ ഓഫ് യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. അതായത് അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ പോവാണേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മളെ കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതായത് എങ്ങനെയാണ് ഞാനിപ്പം എന്താണ് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് കമ്പ്യൂട്ടർ ഇന്ററാക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷൻ്റെ അകത്ത് പഠിക്കുന്നത്. ഓക്കെ, ലാസ്റ്റത്തെ സെക്ഷൻ വളരെ എളുപ്പമാണ് കേട്ടോ, ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം. നിങ്ങൾ ഒന്നും മേടിക്കണ്ട. ഈ സെക്ഷൻ കുറച്ച് തിയറി പാർട്ടാണ്, ഫുൾ തിയറി പാർട്ടാണ്. അതുകൊണ്ട് കുറച്ച് എക്സാമിന് ചോദിച്ചാൽ കുറച്ച് എഴുതാനുണ്ടാവും. ഓക്കെ, അപ്പോ ഇന്ററാക്ഷൻ ഓഫ് യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഈ സെക്ഷനിൽ ആദ്യം പഠിക്കുന്ന ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ്. അതായത് ഏതൊക്കെ ടൈപ്പ് സോഫ്റ്റ്വെയർസ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോഫ്റ്റ്വെയർസ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, എത്ര ടൈപ്പ് ഉണ്ട് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ്. ഒന്നാമത്തെ ടൈപ്പാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, രണ്ടാമത്തെ ടൈപ്പാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ടോപ്പിക്കാണ് സിസ്റ്റം ടോപ്പിക്. ഓക്കെ, രണ്ടാമത്തതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മൊഡ്യൂൾ പെട്ടെന്ന് ഇടണേ. എനിക്ക് മനസ്സിലായില്ല, ഈ മൊഡ്യൂൾ ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. മൊഡ്യൂൾ 2 പെട്ടെന്ന് ഇടണേ. ഓക്കേടാ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. ഓക്കെ, സാറുണ്ട്, സാറ് ക്ലാസ് എടുക്കും. ഓക്കെ, മൊഡ്യൂൾ 2 ഏതായാലും ഞാനല്ല. ഓക്കെ, സ്ലൈഡ് ഗ്രൂപ്പിൽ ഇട്ട് തരാടാ, പേടിക്കണ്ട, എല്ലാം തരാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ. നേരെ ജോയിൻ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോഫ്റ്റ്വെയർസ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ, രണ്ടാമത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ പെർഫോം ചെയ്യാനായിട്ടുള്ള ബേസിക് ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് നമ്മളിപ്പം കുറെ ആപ്ലിക്കേഷൻസ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണേ, നമുക്കിപ്പോൾ ബേസിക്കലി സിമ്പിളായിട്ട് പറയാം, നമുക്കിപ്പോൾ ഒരു പ്രസന്റേഷൻ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും, PPT ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രസന്റേഷൻ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡോക്യുമെന്റ് ചെയ്യണം, നമ്മൾ എന്ത് വേർഡ് യൂസ് ചെയ്യാറുണ്ട്. അത് ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. ഇപ്പൊ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും നോട്ട്, നമുക്ക് വൺ നോട്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ. ഇപ്പൊ നമുക്ക് എക്സൽ ഡാറ്റ ഷീറ്റ് തയ്യാറാക്കാൻ നമ്മൾ എക്സൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, പേടിക്കണം. നമ്മൾ ആദ്യത്തെ സെക്ഷൻ പഠിച്ചതുപോലെ ഈ സെക്ഷനും പഠിക്കും, ഇനി അടുത്ത സെക്ഷനും പഠിക്കും. ഓക്കെ, അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്ന ബേസിക് ഫങ്ഷൻസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ
എടാ ഇപ്പം എൻ്റെ ഓഡിയോ ക്ലിയർ ആയാ? മൈക്ക് മ്യൂട്ടായിരുന്നടാ. ഇപ്പം ഇത്രയും നേരം കൊണ്ട് ഞാനപ്പോൾ സംസാരിച്ചത് വേസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നുമില്ല, വലുതായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. സോഫ്റ്റ്വെയർസ് 2 ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മളെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി രണ്ടാമത് നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ പറയുന്നതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ മനസ്സിലാവും ഇല്ലല്ലേ? അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് എല്ലാ ലാംഗ്വേജും നമ്മുടെ കമ്പ്യൂട്ടർ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന രീതി ഏതാണ് നമ്മൾ പഠിക്കണം. ഓക്കെ, എടാ ഡാറ്റ നമ്മളെ സ്ക്രീൻ ക്വാളിറ്റി ആർക്കെങ്കിലും കുറവാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് മാറ്റണം കേട്ടോ. ആരെങ്കിലും ഡാറ്റ സേവർ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ക്വാളിറ്റി കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഇനിയാണ് നമ്മൾ ആയിട്ടൊക്കെ ബേസിക് ആയിട്ട് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയുണ്ട്. അതായത് നമുക്കിപ്പം ഇംഗ്ലീഷ് സംസാരിക്കാറിയാം, മലയാളം സംസാരിക്കണം, പക്ഷേ ഇതൊന്നും നമ്മുടെ കമ്പ്യൂട്ടറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ലാംഗ്വേജ് ഇൻപുട്ട് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടർ നമുക്ക് എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പം സിംപ്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതായത് സെറ്റ് ഓഫ് വൊക്കാബുലറി ആൻഡ് ഗ്രാമാറ്റിക്കൽ റൂൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ കുറേ വേർഡ്സ് അല്ലെങ്കിൽ കുറേ കീവേഡ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതായത് കമ്പ്യൂട്ടർ ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം? ആ ടാസ്ക് പെർഫോം ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എടാ നേരത്തെ നമ്മൾ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരുന്ന ലൈവായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് കുറച്ച് പേരായിട്ടുണ്ട്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ ഈ ക്ലാസ് നിർത്തിയതായിരിക്കുമെന്ന്. പക്ഷേ യൂട്യൂബ് നിർത്തിയതായിരുന്നു. ജസ്റ്റ് എല്ലാവരും എന്ത് ചെയ്ത് കൊടുക്കുക? ജസ്റ്റ് ഈ വീഡിയോ ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലോ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ നമുക്ക് 3 ക്ലാസ് ചെയ്യാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ നമുക്ക് 3 ക്ലാസ് ചെയ്യാം. ഫസ്റ്റത്തത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന്, സെക്കൻഡ് വൺ അസംബ്ലി ലാംഗ്വേജ്, മൂന്നാമത്തത് മെഷീൻ ലെവൽ ലാംഗ്വേജ്. 3 ഏതൊക്കെയായിരുന്നു? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നാമത്തത് ഹൈ ലെവൽ ലാംഗ്വേജ്, രണ്ടാമത്തത് അസംബ്ലി ലാംഗ്വേജ്, മൂന്നാമത്തത് മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ഇനി ഇതൊക്കെ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എടാ ജനറേഷൻസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ബേസിക്കലി ഇതാണ് നമ്മുടെ ആവശ്യം. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ ബേസിക്കലി 3 ക്ലാസ് ചെയ്യുന്നത്. ഒന്നാമത്തതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്, രണ്ടാമത്തതാണ് അസംബ്ലി ലാംഗ്വേജ്, മൂന്നാമത്തതാണ് മെഷീൻ ലെവൽ ലാംഗ്വേജ്. നമുക്ക് ആദ്യം നോക്കാം മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ആദ്യം നോക്കാം, അത് പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇംഗ്ലീഷ് മലയാളം ഒന്നും ആയിരിക്കില്ല കേട്ടോ. നമ്മുടെ മെഷീൻ ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറീസ് ആണ്. അതായത് ബൈനറി ഓഫ് സീറോസ് ആൻഡ് വൺസ്. അതായത് കമ്പ്യൂട്ടറിന് സീറോസും വൺസും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. രണ്ടാമത് പറഞ്ഞത് അത് എങ്ങനെയാണ് എഴുതുന്നത്? സീറോസ് ആൻഡ് വൺസിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ഈ മെഷീൻ ലെവൽ ലാംഗ്വേജിനെ തന്നെ നമ്മൾ മെഷീൻ കോഡെന്നും വിളിക്കാറുണ്ട്, ഒബ്ജക്ട് കോഡെന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയേ? ഒന്നാമത് പറഞ്ഞു കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ എങ്ങനെയാണ്? സീറോസ് ആൻഡ് വൺസിലായിരിക്കും നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞ എന്ത് പറഞ്ഞാലാണ് അതിനെ മെഷീൻ കോഡെന്നും ഒബ്ജക്ട് കോഡെന്നൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഞാൻ തരാം കേട്ടോ. ഇനി അസംബ്ലി ലാംഗ്വേജ്, അതായത് നമ്മുടെ മെഷീൻ ലാംഗ്വേജിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് മെഷീൻ ലാംഗ്വേജ് ഇപ്പം സീറോസ് ആൻഡ് വൺസ്, ഇപ്പം നമുക്കിപ്പം നിങ്ങളുടെ അടുത്ത് ഞാനിപ്പോൾ ഹലോ എന്നൊരു വാക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അത് സീറോസ് ആൻഡ് വൺസിലായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും? ഇല്ല. നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടേതായ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും വായിക്കാനായിരുന്നാലും പറ്റും. ഇപ്പം ഹലോ എന്ന് ഇപ്പം HELLO എന്നൊരു വേർഡ് 4 ലെറ്റേഴ്സ് ഉണ്ട്. അതിപ്പോൾ സീറോസിലും വൺസിലാണ് എഴുതിയിരുന്നത്, കമ്പ്യൂട്ടറിന് മനസ്സിലാവും, പക്ഷേ നമുക്കത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മെഷീൻ ലെവൽ ലാംഗ്വേജിന്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവും, പക്ഷേ നമുക്കത് മനസ്സിലാവില്ല. ഓക്കെ,
ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അസംബ്ലി ലാംഗ്വേജ് ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത് മനസ്സിലായി, ഇതിനെ നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അസംബ്ലി ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ഓവർകംസ് ദ ലിമിറ്റേഷൻ ഓഫ് മെഷീൻ ലെവൽ ലാംഗ്വേജിന്റെ ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യുന്നതാണ് ആര്, നമ്മുടെ അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, ഈ അസംബ്ലി ലാംഗ്വേജിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം എന്ത് കാര്യം പറഞ്ഞാലും കുറേ അഡ്വാൻറ്റേജസ് കാണും, അതിന് കുറേ എന്ത് കാണും, ഡിസഡ്വാൻറ്റേജസ് കാണും. അപ്പൊ എന്താണ് ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ്, അതിന്റെ നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. രണ്ടാമത്തത് ഈസി ടു ലൊക്കേറ്റ് ആൻഡ് കറക്റ്റ് ഇറേഴ്സ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇറർ വന്നു, നമുക്കിപ്പം സീറോയും വണ്ണൊക്കെ അങ്ങ് നിരത്തിയിട്ടിരുന്നാൽ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിച്ച് ആ ഇറർ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മൾ അസംബ്ലി ലാംഗ്വേജിന്റെ കേസിൽ കുറച്ചുകൂടി എളുപ്പമാണ്. എന്ത് ഇറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ്. ഇനിയിപ്പോൾ നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാനും ഈസിയാണ്. ഓക്കെ, എടാ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാടാ, കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്ത് തരാം. ഇനി എടാ ഗ്രൂപ്പ് നമ്മളെ പഴയ വീഡിയോയിൽ മാത്രമേ ഗ്രൂപ്പ് ഉള്ളൂ കേട്ടോ, ഇതിൽ ഞാൻ ഗ്രൂപ്പ് ലിങ്ക് വെച്ചിട്ടില്ല. ഓക്കെ, പിന്നീട് ഞാൻ ചാറ്റ് ബോക്സ് ഇട്ടേക്കാം കേട്ടോ പിന്നീട്. അപ്പം നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ജോയിൻ ചെയ്തിരുന്നാൽ മതി പിന്നീട് നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ സാർ, എനിക്ക് ടുഡേ ക്ലാസ് വീഡിയോ സെൻഡ് ഫുൾ. ഓക്കേടാ, നോക്കാം നമുക്ക്. എടാ അസംബ്ലി ലാംഗ്വേജ് 4 കാര്യങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. ഇനി എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഈസിയാണ്, മോഡിഫൈ ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് എന്ത് കാര്യം നമ്മൾ നല്ല കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറേ എന്താണ് പോരായ്മകളുണ്ട്. ഒന്നാമത്തെ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ ലാംഗ്വേജ് മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അസംബ്ലി ലാംഗ്വേജിനും നമ്മളെ മെഷീനിനും ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിന്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, നമ്മളെ മെഷീനിലും നമ്മുടെ നമ്മളെ മെഷീനിനും നമുക്കിപ്പം അസംബ്ലി ലാംഗ്വേജ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ആ ലാംഗ്വേജിന് കമ്പ്യൂട്ടറിന് ഇടയ്ക്ക് ഒരാളുടെ ആവശ്യം, ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ എടാ, മൊഡ്യൂൾ 1 ഇന്ന് തീർക്കും, മൊഡ്യൂൾ 2 നിങ്ങൾക്ക് പഠിക്കണ്ടേ, പഠിക്കാനുള്ള ടൈം വേണ്ടേ, നമുക്ക് നോക്കാം മാക്സിമം എത്ര നോക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്, ഇത് മെഷീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ, ഇതിനിടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് എന്തുണ്ട്, ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിന്റെ ആവശ്യം വരുന്നുണ്ട്. ഇനി നമുക്കിപ്പോൾ പ്രോഗ്രാം നോളജ് ഓഫ് ഹാർഡ്വെയർ റിക്വയർഡ്, അതായത് ഹാർഡ്വെയർ നോളജും ആവശ്യമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുഞ്ഞു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ്, ലാംഗ്വേജസിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതാണ് ബേസിക്, ഈ സെക്ഷൻ പഠിക്കാൻ ബേസിക് കാര്യം ഇതാണ്. ലാംഗ്വേജിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഏതാണ്, ആദ്യം പറഞ്ഞ സംഭവം തന്നെയാണ്, എന്താണ്, മെഷീൻ ലെവൽ ലാംഗ്വേജ്. രണ്ടാമത്തെ ആരാണ്, അസംബ്ലി ലാംഗ്വേജ്. മൂന്നാമത്തെ ആരാണ്, നമ്മൾ ഇനി പഠിക്കാവുന്ന ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മെഷീൻ ലാംഗ്വേജ് എന്നാൽ മെഷീനിൽ മനസ്സിലാവുന്ന ലാംഗ്വേജ് 0s and 1s ആണ്. ഇനി അസംബ്ലി ലാംഗ്വേജിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കാണ് കുറച്ചുകൂടി എന്താണ്, നമ്മൾ ആദ്യത്തെ ആളിന് ഉണ്ടായിരുന്ന കുറേ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ മറികടക്കുന്ന ആളാണ് നമ്മൾ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത് പഠിക്കുന്ന ആളാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ഇൻഡിപെൻഡന്റ്, മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി നമ്മളെ കമ്പ്യൂട്ടറിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോബ്ലം. ഈ ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. അതായത് യൂസസ് ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് മാത്തമെറ്റിക്കൽ സിമ്പിൾസ്, വേർഡ്സും സിമ്പിൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് നോക്കാം ഹൈ ലെവൽ ലാംഗ്വേജിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്, അത് മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തത്, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനായാലും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയുള്ളൂ, ഈസി ടു ലേൺ ആൻഡ് യൂസ്, ലേൺ ചെയ്യാനും യൂസ് ചെയ്യാനും വളരെ ഈസിയാണ്. ഇനി അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ലേ, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അപ്പം മനുഷ്യനത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ഇറർ വരാനുള്ള ചാൻസ് കുറവാണ്. അഥവാ എന്തെങ്കിലും ഇറർ വന്നു കഴിഞ്ഞാൽ ആ ഇറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനും പറ്റും, അതിനെ മോഡിഫൈ ചെയ്യാനും പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു പ്രോഗ്രാം എഴുതി വെച്ചു, അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, നമുക്ക് മോഡിഫൈ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇപ്പോൾ എന്തെങ്കിലും ബഗ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഈ പ്രോഗ്രാംസ് നമ്മുടെ ലാംഗ്വേജിലാണ്, അതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളെ ഫസ്റ്റത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ എന്താണ്, മെഷീൻ ലാംഗ്വേജ്, അതായത് മെഷീന് മനസ്സിലാവും. അത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവില്ല. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മെഷീൻ ഒട്ടും മനസ്സിലാവത്തില്ല. അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ കൊടുത്തു, ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ അതിനിടയ്ക്ക് ഒരാൾ വേണം, എന്താണ്, ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ നമുക്ക് മെഷീനിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റി കൊടുക്കണ്ടേ.
അപ്പം അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്, അതാണ് നമ്മൾ ഇനി ട്രാൻസ്ലേറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് പഠിക്കാൻ പോണത്. അപ്പം അവരുടെ ഹെൽപ്പോടെ മാത്രമേ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീനിന് മനസ്സിലാവും. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ മെഷീനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് മാത്രമല്ല പിന്നെ സ്റ്റോറേജ് സ്പേസ് കൂടുതൽ വേണം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോടാ? ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ? ഇന്നത്തെ ലൈവില് നമുക്ക് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചേ, പെട്ടെന്ന് തീർക്കാം. നിങ്ങൾ നന്നായിട്ടൊന്ന് ആക്റ്റീവ് ആയിട്ട് ഇപ്പൊ ഞാൻ തീർത്തുതരാം. ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാവോ? ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാവോ? ക്ലിയർ ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട. നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ലാംഗ്വേജ്. ഏതൊക്കെയാണ്? മെഷീൻ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഏതൊക്കെ? മെഷീൻ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആദ്യം ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നതാണ് രണ്ടാമത്തെ ആള്. ഇനി മൂന്നാമത്തതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, പക്ഷെ മെഷീൻ എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല. അപ്പോൾ ഇനി നമ്മൾ മെയിൻ ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനിയും പഠിക്കാൻ പോകുന്നത്. ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീനിന് മനസ്സിലാവില്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിന് മെഷീനിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സോഫ്റ്റ്വെയർസ് ഇതിന് ഇടയ്ക്ക് യൂസ് ചെയ്യും. അതാണ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ. അപ്പോൾ ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ലാംഗ്വേജസ്, ചിലപ്പോൾ അത് മെഷീൻ ലെവൽ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ് അതിനെന്താകണം, മെഷീനിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആക്കി മാറ്റണം. അപ്പം അതിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർട്സ് പ്രോഗ്രാമിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലെവൽ ലാംഗ്വേജ്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള എന്താണ് പ്രോഗ്രാംസിനെയും അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസിനെയും എന്തിലേക്ക് മാറ്റുക, മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ഇനി ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞു, അതായത് നമ്മൾ ആദ്യം മെഷീൻ ലെവൽ ലാംഗ്വേജിനെ നമ്മൾ സോഴ്സ് കോഡെന്നും ഒബ്ജക്റ്റ് കോഡെന്നും വിളിക്കുമെന്ന് പറഞ്ഞില്ലേ? അല്ല, ഒബ്ജക്റ്റ് കോഡ് നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ മെഷീൻ കോഡെന്ന് ഇങ്ങനെയൊക്കെ വിളിക്കും. അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെയും അസംബ്ലി ലാംഗ്വേജിനെയും എന്ത് ലാംഗ്വേജ് ആക്കും, മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കും. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ 3 ടൈപ്പ്. ഈ 3 ടൈപ്പും കൂടെ പഠിക്കുമ്പോഴത്തേക്കാണ് ഈ സെഷൻ നമുക്ക് തീരുന്നത്. 3 ടൈപ്പ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് അസംബ്ലർ, രണ്ടാമത്തത് കമ്പൈലർ, മൂന്നാമത്തത് ഇന്റർപ്രറ്റർ. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അസംബ്ലർ ഉണ്ട്, കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്. അതായത് അസംബ്ലർ, ആ വേർഡ് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും എന്താണ് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കുന്നത് അസംബ്ലർ ആണ്. ഇനി കമ്പൈലർ, അപ്പൊ നമുക്ക് തൊട്ടടുത്ത ആളാണ്. അതായത് കമ്പൈലും ഇന്റർപ്രറ്ററും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ എന്താക്കുക, മെഷീൻ ലെവൽ ആക്കുകയാണ് നമ്മൾ ആര് ചെയ്യുന്ന കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രറ്റേഴ്സ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം അസംബ്ലർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ബേസിക്കലി ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. അതൊന്നും മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് നോട്ട് വെച്ച് റെഫർ ചെയ്ത് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസംബ്ലർ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ മെഷീൻ കോഡിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോസസ്സ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ അസംബ്ലർ ആണ്. ഓക്കെ ഓക്കെ, ആ കാര്യങ്ങൾ ക്ലിയർ ആയേ? അസംബ്ലർ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങളിപ്പോൾ പഠിക്കുക, ബാക്കി ഞാൻ നോട്ട്സ് തരുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഫുള്ളും സ്കോർ ചെയ്യാൻ പറ്റും. അതും കൂടെ വെച്ച് എഴുതുമ്പോഴത്തേക്ക് അസംബ്ലർ എന്താണ് അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ എന്താക്കാണ്, മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കാണ്. കമ്പൈലർ എന്ത് ആയിരിക്കും എന്നറിയാവോ, ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കും. ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. അസംബ്ലർ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കുമെങ്കിൽ കമ്പൈലർ ഇന്റർപ്രറ്റേഴ്സും ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ എന്താക്കും, മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കും. ആ പോയിന്റ് മാത്രം നിങ്ങൾക്ക് മതി. ഇനി കമ്പൈലേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിനാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് വിളിക്കുന്നത്. ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്, ഇതൊന്ന് വരച്ച് പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതായത് സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും നമ്മൾ എഴുതുന്ന കോഡിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് വിളിക്കുന്നത്. അടുത്ത് കമ്പൈലറിലേക്ക് നമ്മൾ ഈ സോഴ്സ് കോഡ് കമ്പൈലറിൽ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കമ്പൈലർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒബ്ജക്ട് കോഡ് ക്രിയേറ്റ് ചെയ്യും. ഒബ്ജക്ട് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെഷീൻ ലെവൽ ലാംഗ്വേജ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, കമ്പൈലർ അതിനെ കമ്പൈൽ ചെയ്തിട്ട് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കാം. ആ മെഷീൻ ലെവൽ ലാംഗ്വേജിനാണ് ഒബ്ജക്ട് കോഡ് എന്ന് എഴുതിയിരിക്കുന്നത്.
അപ്പോൾ മെഷീനിൽ മനസ്സിലാവുന്ന ലാംഗ്വേജ് നമുക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്താൽ മതി, എക്സിക്യൂട്ട് ചെയ്താൽ മതി, ആ പ്രോഗ്രാം റൺ ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സിക്യൂട്ടർ യൂസ് ചെയ്യുക. അപ്പോൾ എക്സിക്യൂട്ടർ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ഫൈനലി നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സിമ്പിളാണേ. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയേ? ആ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇനി ഒന്നുമില്ല, സിമ്പിൾ. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, കമ്പൈലർ അതിനെ കമ്പൈൽ ചെയ്തിട്ട് ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷീനിൽ മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. ഇനി അതിനെ എക്സിക്യൂട്ടർ യൂസ് ചെയ്തിട്ട് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഇനി വലിയ കമ്പൈലേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ സി കമ്പൈലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, C++ കമ്പൈലേഴ്സ്, ജാവ കമ്പൈലേഴ്സ്, ഇങ്ങനെ കമ്പൈലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട. ഞാനിപ്പോൾ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് ഷുവറായിട്ട് നോക്കുക. ആൻഡ് നമ്മൾ തരുന്ന നോട്ട്സ് കൂടി എന്ത് ചെയ്താൽ മതി, റെഫർ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി ഇന്റർപ്രറ്റർ, അടുത്തൊരാൾ. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ കമ്പൈലറിനെ പോലെ തന്നെയാണ് നമ്മൾ ഇന്റർപ്രറ്റർ, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഫങ്ഷൻസ് ഇൻ എ ഡിഫറെന്റ് മാനർ. അതായത് കമ്പൈലർ ചെയ്യുന്നവർ ഡയറക്റ്റ് ആയിട്ട് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കിയിട്ട് പ്രോഗ്രാംസ് അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയല്ല, അവിടെ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അതായത് പെർഫോംസ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ഓഫ് സോഴ്സ് കോഡ് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂട്ട്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു, അതായത് ലൈൻ ബൈ ഫസ്റ്റത്തെ ലൈന് എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും അടുത്ത ടാസ്ക്, ദെൻ അടുത്ത ടാസ്ക്, അങ്ങനെ ഓരോരോ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ് എവിടെ നടക്കുന്നത്, ഇന്റർപ്രറ്ററിന് നടക്കുന്നത്. പക്ഷേ നമ്മുടെ കമ്പൈലറിന്റെ കേസിൽ ടോട്ടലി നമുക്കിപ്പോൾ എത്ര ഇൻപുട്ട് എത്ര ടാസ്ക് നമ്മൾ കൊടുത്തു, ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കൊടുത്ത ഇൻപുട്ട് നമ്മളെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് ഒരേ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്റർപ്രറ്ററിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ മാത്രമേ നടക്കൂ. അത് മതി, ആ ഒരു പോയിന്റ്. ഇനി ഇന്റർപ്രറ്ററിന്റെ മെയിൻ വർക്കിംഗ് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ആദ്യം സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്ത പ്രോഗ്രാം ആണ്. അതിലെ ഇന്റർപ്രറ്ററിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇന്റർപ്രറ്റർ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് തരും. ഇത്രയേ ഉള്ളൂ. പക്ഷേ ലൈൻ ബൈ ലൈൻ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ആ ഓർഡറിൽ, ലൈൻ ബൈ ലൈൻ ആയിരിക്കും പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ലൈവ് കട്ടാവും. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ് കാണാൻ പറ്റും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. സോ അതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ വൺസ് നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ നമുക്ക് ആ ലിമിറ്റേഷൻസ് മാറത്തുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാരത്തോൺ ലൈവ് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ കാര്യം ലൈവ് തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇടയ്ക്ക് വെച്ച് ക്ലാസ് കട്ടായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ഇടയ്ക്ക് വെച്ച് ലൈവ് കട്ടായി പോയി കഴിഞ്ഞാൽ നോ രക്ഷ അല്ലേ. അപ്പോൾ നിങ്ങൾ അത് നോക്കാം. ഇനി ഒരുത്തൻ നമ്മളടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാഷ് മെമ്മറിയും നമ്മുടെ രജിസ്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ളിൽ ഇതൊന്ന് നോക്കാം, കമ്പൈലേഴ്സും ഇന്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് കമ്പൈലേഴ്സ് ഞാൻ ആദ്യം പറഞ്ഞു, അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന സോഴ്സ് കോഡിന്റെ മൊത്തത്തിൽ അത് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മളെ കമ്പൈലർ ആ പറഞ്ഞ പോയിന്റാണ് രണ്ടാമത്, എൻറ്റയർ സോഴ്സ് കോഡ് കൺവേർട്ടഡ് ടു ഒബ്ജക്ട് കോഡ്. അതായത് നമ്മളെ ഫുൾ സോഴ്സ് കോഡിന് ഒരേ സമയത്ത് ഒബ്ജക്ട് കോഡ്, അതായത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ പറ്റും. ഇന്റർപ്രറ്ററിനാണെങ്കിൽ ലൈൻ ബൈ ലൈൻ കൺവേർഷൻ മാത്രമേ നടക്കൂ. ഓരോ ലൈനായിട്ട് മാത്രമേ അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, ഇനി കമ്പൈലേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിലധികം ടൈംസ് നമുക്ക് എന്ത് ചെയ്യും ഒബ്ജക്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വരും, ഒന്നിലധികം ടൈംസ്. പക്ഷേ നമുക്ക് ഇന്റർപ്രറ്ററിന്റെ കേസിൽ ഓരോ എക്സിക്യൂഷന്റെ ടൈമിലും ഇതായത് സോഴ്സ് കോഡ് ഇന്റർപ്രറ്റർ ചെയ്യും, അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പം കമ്പൈലേഴ്സ് യൂസ് ചെയ്യുക, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്ത് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ കൊടുത്ത് അതിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കുകയാണ് പണി. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമ്മുടെ ഈ ട്രാൻസ്ലേഷനും നടക്കും, അതിന് എന്ത് ചെയ്യാം, എക്സിക്യൂട്ടും ചെയ്യാൻ പറ്റും കമ്പൈലേഴ്സിന്റെ കേസിൽ. പക്ഷേ ഇന്റർപ്രറ്ററിന്റെ കേസിൽ ഫസ്റ്റത്തെ ടാസ്ക് എന്താണോ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, അതിനുശേഷം മാത്രം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ ടാസ്ക് എന്താണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും, അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഓരോന്നായിട്ട് മാത്രമേ നടക്കത്തുള്ളൂ. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി കമ്പൈലേഴ്സ് ആയിരിക്കും, കമ്പൈൽ ചെയ്ത പ്രോഗ്രാംസ് ആയിരിക്കും ഫാസ്റ്റർ ആയിട്ട് റൺ ചെയ്യുന്നത്. അപ്പൊ ഇന്റർപ്രറ്ററിന്റെ കേസിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ്, പ്രോഗ്രാംസ് സ്ലോവർ ആയിരിക്കും റൺ ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ പഠിച്ചു. സെറ്റായോ എല്ലാവർക്കും? ഇനി അടുത്തൊരു കുഞ്ഞു ക്വസ്റ്റ്യനാ, കുഞ്ഞു ടോപ്പിക്കാ, ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം. പക്ഷെ നിങ്ങളുടെ മെയിൻ സംഭവം അതാണ്, നമ്മളെ ബേസിക്, നമ്മുടെ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സംഭവമേ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ്. ആ സംഭവം മുതൽ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫുൾ മൊഡ്യൂൾസ് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇപ്പം കുറച്ച് പേരേ ഉള്ളൂ, 27 പേരെ ഇപ്പോൾ ഉള്ളൂ. നേരത്തെ നമുക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു, 500+ വ്യൂസും ആയതായിരുന്നു. ഇപ്പം അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈവ് കട്ടായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലൈവ് കഴിഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ലിങ്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ മുതലുള്ള ലൈവിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ഏതെങ്കിലുമൊക്കെ സബ്ജക്ട്സിന്റെ ക്ലാസ്സസ് കാണും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 7:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ വന്നാൽ മതി. ഏതെങ്കിലുമൊക്കെ സബ്ജക്ട്സ് മാക്സിമം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് പേടിക്കണ്ട. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത സെക്ഷൻ, ലാസ്റ്റ് സെക്ഷൻ, സിമ്പിൾ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോറിതം. ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോറിതംസ് അല്ലെങ്കിൽ അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്, ഇതാണ് ബേസിക്കലി നമ്മളെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്കേ നമ്മൾ പോകുന്നത്. നമ്മൾ ബേസിക്കലി ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോറിതം ഈ സെക്ഷനകത്ത് പ്രോഗ്രാംസ് ഒന്നും പഠിക്കുന്നില്ല. പക്ഷെ അതിലെ ബേസിക്, ഇപ്പം നമ്മളൊരു പ്രോഗ്രാം നമുക്കിപ്പം ഒരു നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ആ ഒരു പ്രോഗ്രാം നമ്മൾ കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് അൽഗോറിതംസ്, ഫ്ലോ ചാർട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. ആദ്യം നോക്കാം, അൽഗോറിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ്. അതായത് നമുക്ക് കൗണ്ടബിൾ ആയിട്ടുള്ള സ്റ്റെപ്സിനെ വിളിക്കുന്ന പേരാണ് അൽഗോറിതം. ഓക്കെ അല്ലേ? അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനെ വിളിക്കുന്ന പേരാണ് അൽഗോറിതം. വേറെ ഒന്നുമില്ല. ഇപ്പം നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം, അപ്പം അവിടെ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോറിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു നല്ല അൽഗോറിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് യൂണിവേഴ്സിറ്റി എക്സാമിൽ ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു? വാട്ട് ഡിഫൈൻ അൽഗോറിതം ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് അൽഗോറിതം. അതായത് എന്താണ് അൽഗോറിതം ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു. ഡിഫൈൻ ചെയ്ത ആദ്യത്തെ സെന്റൻസ് എഴുതി വെച്ചത് അൽഗോറിതം ഇസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് അൽഗോറിതം. രണ്ടാമത്തെ പറഞ്ഞ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു. അതിന് സ്പ്ലിറ്റപ്പ് പോകുന്ന ഇത്രയേ ഉള്ളൂ. അൽഗോറിതം എന്താണെന്ന് എഴുതുന്നതിന് 1 മാർക്കും ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുന്നതിന് 2 മാർക്കും ആയിരുന്നു സ്പ്ലിറ്റപ്പ് വന്നിട്ടുണ്ടായിരുന്നേ. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോഴത്തേക്ക് അത് ഫൈനൈറ്റ് ആയിരിക്കണം, അതായത് സ്റ്റെപ്പിന്റെ എണ്ണം നമുക്ക് കൗണ്ടബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മുടെ അൽഗോറിതം കറക്റ്റ്, ഇപ്പം നമ്മൾ എഴുതുന്ന അൽഗോറിതം ഇപ്പോൾ 2 നമ്പർ നമുക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റെപ്സ്, ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഞാനൊരു അൽഗോറിതത്തിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ ഓക്കെ, ഇപ്പം നോക്കിക്കോ, എടാ 2 നമ്പർ നമുക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കേ. ഞാൻ അൽഗോറിതം എന്നുള്ള സെക്ഷനാണ് പഠിപ്പിക്കണേ. അപ്പോൾ 2 നമ്പർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഫസ്റ്റ് നമ്മുടെ കമ്പൈലേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പം എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ ഏത് പ്രോഗ്രാം, നമ്മൾ ഏത് അൽഗോറിതം എഴുതിയാലും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്റ്റാർട്ട് ആയിരിക്കും. നമ്മുടെ എന്താണ്, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തെ നമുക്ക് 2 നമ്പറാണ് ആഡ് ചെയ്യേണ്ട. ഒന്നാമത്തെ നമ്പറിനെ ഞാൻ എ എന്നെടുത്തു, രണ്ടാമത്തെ നമ്പറിനെ ഞാൻ ബി എന്നെടുത്തു. അപ്പൊ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എ എന്ന നമ്പർ ഇൻപുട്ട് ചെയ്തു. ഇപ്പൊ 2 + 3 എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ നമ്പർ 2 ആണ്, രണ്ടാമത്തെ നമ്പർ 3 ആണ്. അപ്പൊ ഫസ്റ്റ് നമ്പർ ഞാൻ എ ആയിട്ട് എടുത്തു, രണ്ടാമത്തെ നമ്പർ ഞാൻ ബി ആയിട്ട് എടുത്തു. അതാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എ എന്ന നമ്പർ എടുത്തു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ബി എന്ന നമ്പർ എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കണം. എന്തിന്റെ അൽഗോറിതമാണ് നമ്മൾ എഴുതാനായിട്ടുള്ളത്? ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. അതായത് 2 നമ്പേഴ്സിന്റെ സം എടുക്കണം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ആഡ് എ ആൻഡ് ബി എന്ന് എഴുതിയാൽ, അതായത് എനെയും ബിനെയും നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആൻഡ് അസൈൻ എ വേരിയബിൾ സം, അതായത് സം ഈസ് ഈക്വൽ ടു a + b. അതായത് സം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തു. എടാ, ഇനി വേരിയബിൾ എടുക്കുന്നതൊക്കെ നമ്മൾ ബേസിക്കലി ഞാൻ മൊഡ്യൂൾ 2 മുതൽ സാർ ഡീറ്റെയിൽ ആയിട്ട്, ഞാനല്ല എടുക്കുന്നത്, വേറൊരു സാറുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നമ്മളെ സ്റ്റെപ്സ് മാത്രം നിങ്ങൾ മനസ്സിലാവും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്യുക, ഫസ്റ്റ് നമ്പർ കൊടുക്കുക, ഇൻപുട്ട് ചെയ്യുക, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ ഇൻപുട്ട് ചെയ്യുക, മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഫംഗ്ഷൻ, നമ്മുടെ വർക്ക് എന്താണോ, അതായത് എ എന്ന നമ്പറും ബി എന്ന നമ്പർ ആഡ് ചെയ്യുക. ഇനി 5ാമത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു, കമ്പ്യൂട്ടർ വർക്ക് എല്ലാം ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ഔട്ട്പുട്ട് വേണ്ടേ? അപ്പം ഔട്ട്പുട്ടിന് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. അതാണ് പ്രിന്റ് സം. അതായത് സമ്മിനെ നമ്മളിപ്പോൾ സം ഈസ് ഈക്വൽ ടു a + b. സം എന്ന് പറഞ്ഞാൽ എൻ്റെയും ബിന്റെയും 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സം. അപ്പൊ ആ സമ്മിനെ പ്രിന്റ് ചെയ്യണം, അതാണ് പ്രിന്റ് സം. ആൻഡ് ഫൈനലി നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്, സ്റ്റോപ്പ് ആണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യും, ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇടയ്ക്കുള്ള കാര്യങ്ങൾ. അപ്പൊ 2 നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും, ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും, അതിനുശേഷം രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മളെ കമാൻഡ് കൊടുക്കും, നമ്മളെ വർക്ക് എന്താണ് നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യണം, ഫൈനലി സ്റ്റോപ്പ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത്
മേക്ക്, അതായത് കുറച്ച് ലോജിക്കൽ ഓപ്പറേഷൻസ് വരുന്ന ഒരു പ്രോബ്ലം ആണ്. അതായത് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും, ആ 2 നമ്പേഴ്സിൻ്റെയും ലാർജസ്റ്റ് നമ്പർ ഏത് അല്ലെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ ഏത് നമ്മൾ കണ്ടുപിടിക്കണം. അത് 2 രീതിയിൽ നമ്മൾ ചെയ്യാം. ലാർജസ്റ്റും കണ്ടുപിടിക്കാൻ ചോദിക്കാം, സ്മോളസ്റ്റും ചോദിക്കാം. പക്ഷേ ഈ അൽഗോരിതംസ് എന്ന സെക്ഷൻ ബേസിക്കലി നിങ്ങൾക്ക് ഒരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് പാർട്ട് എയിൽ ചോദിച്ചിട്ടുണ്ട്, ഒരു തവണ പാർട്ട് ബിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ. ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു, ഏത് ഫ്ലോ ചാർട്ട് എഴുതുമോ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് എഴുതും, സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം 2 നമ്പേഴ്സിന്റെ ലാർജർ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 നമ്പേഴ്സിൽ ഒന്നാമത്തെ നമ്പർ എ എന്നെടുത്തു, രണ്ടാമത്തെ നമ്പർ ബി എന്നെടുത്തു. അപ്പൊ ആദ്യത്തെ 3 സ്റ്റെപ്പ് ക്ലിയർ ആയി. അടുത്ത് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആരാണ് ലാർജർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ എടുക്കുകയാണ്. അതായത് എ ബിയെക്കാട്ടിലും കൂടുതലാണെന്നൊരു കണ്ടീഷൻ. അതായത് ഇപ്പം എ എന്ന് പറയുന്നത് 2ഉം ബി എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കും. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ 1നേക്കാളിലും കൂടുതലാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയാണ്, 2 എന്ന് പറയുന്നത് 1നേക്കാളിലും ചെറുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു കണ്ടീഷനാണ്. ഇനി 2 എന്ന് പറയുന്നത് 1നേക്കാളിലും വലുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതുപോലെ നമ്മൾ ചുമ്മാ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് എ എന്ന് പറയുന്ന നമ്പർ ബി എന്ന് പറയുന്ന നമ്പറിനെക്കാട്ടിലും എന്താണ് വലുതാണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 ആൻസർ അതിന് വരാം. അതായത് ചിലപ്പോൾ അത് വലുതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം. അപ്പോൾ എ എന്ന നമ്പർ ബിയെക്കാട്ടിലും വലുതാണെങ്കിൽ എന്ത് ചെയ്യുക, ഗോ ടു സ്റ്റെപ്പ് 5, അതിനെ സ്റ്റോപ്പ് ചെയ്യുക, അതിനെ പ്രിന്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അടുത്ത് ഇനി അത് തെറ്റായിരിക്കാം, മേ ബി തെറ്റായിരിക്കാം, അതുകൊണ്ടാണ് അവിടെ എൽസ് എന്ന് കൊടുത്തിരിക്കുന്നത്. എൽസ് പ്രിന്റ് ബി. അങ്ങനെയാണെങ്കിൽ തെറ്റാവാനുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ബി എന്ന നമ്പർ പ്രിന്റ് ചെയ്യും. ഞാൻ ആ കണ്ടീഷൻ എടുക്കുന്ന മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. 2 നമ്പേഴ്സ് എടുത്ത് എ എന്നും ബി എന്നും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കണ്ടീഷൻ, എ എന്ന നമ്പർ ബിയെക്കാളും വലുതാണെന്ന് എടുത്തു. മേ ബി അത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ്, വലിയ നമ്പർ എ എന്ന് പ്രിന്റ് ചെയ്യും. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്പറിനെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ ബേസിക് ആ പറഞ്ഞ ഒരു ലോജിക്കൽ ഓപ്പറേഷൻസ്. ഫൈനലി നമ്മുടെ അൽഗോരിതത്തെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾക്കിത് മനസ്സിലായോ? ഓക്കെ, ഇവിടെ മനസ്സിലായോ? അൽഗോരിതം മനസ്സിലായില്ല. ഇനി ഫ്ലോ ചാർട്ടും കൂടെ പറഞ്ഞാൽ നമുക്ക് ലൈവ് നിർത്താം. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താം ലൈവ്. ഓക്കെ, ഇനി ഇപ്പോൾ തന്നെ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മളെ ലൈവ് ഇപ്പോൾ യൂട്യൂബ് കട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ മാക്സിമം ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 1K ആയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ട് കൂടി അതുകൊണ്ട് പെട്ടെന്നൊന്ന് പറയണം. ഇപ്പോൾ 31 മിനിറ്റ്സ് ആയി നമ്മളെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ലൈവ് കട്ടാം. പിന്നെ ഒരു 40 മിനിറ്റ്സ് 14 മിനിറ്റ് ടൈം കൂടിയുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മൾ ഫ്ലോ ചാർട്ട് കൂടി പറഞ്ഞു തീർക്കും. ഓക്കെ, എന്നിട്ട് എൻ്റെ റെക്കോർഡിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, നമ്മളെ പഴയ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടാവും കേട്ടോ ലിങ്ക്. നോക്കാം. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അൽഗോരിതം എഴുതാൻ നമ്മൾ പഠിച്ചു. അപ്പം ഈ അൽഗോരിതത്തിനെയൊക്കെ നമ്മളൊരു പിക്ചർ പോലെ അൽഗോരിതത്തിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അൽഗോരിതത്തിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷനാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് കുറെ ബോക്സസും ഉണ്ട്, കുറെ ആരോസും ഉണ്ടൊക്കെ നമ്മൾ ഈ അൽഗോരിതത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫ്ലോ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്ലോ ചാർട്ടിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ അൽഗോരിതം എഴുതിയാൽ കുറേ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല എഴുതുന്നത്. പക്ഷേ നമുക്ക് അതിന് പകരം ഫ്ലോ ചാർട്ടാണ് നമ്മൾ എഴുതുന്നത്. ഫ്ലോ ചാർട്ട് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പം ഞാനിപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് എഴുതി നിങ്ങൾക്ക് തന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും ആരെ കമ്പയർഡ് ടു അൽഗോരിതത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ഏതായിരിക്കും, ഫ്ലോ ചാർട്ട് ആയിരിക്കും. ഇനി അത് നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് അവിടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ്, ഇപ്പം നമ്മളൊരു അൽഗോരിതം വരച്ചെന്ന് വിചാരിക്കും. അപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്കത് ഒന്നേന്ന് വരയ്ക്കണം, റീഡ്രോ ചെയ്യേണ്ടി വരും. നമ്മൾ ആ മൊത്തം ഫ്ലോ ചാർട്ടിൽ പിന്നെ ഒരു മോഡിഫിക്കേഷൻ അവിടെ നടക്കില്ല. നമ്മളിപ്പോൾ ഫ്ലോ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റുമോ, അല്ല കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് ഒന്നേന്ന് എന്ത് ചെയ്യാൻ പറ്റും, റീഡ്രോ ചെയ്യേണ്ടി വരും. അതാണ് ബേസിക്കലി ഫ്ലോ ചാർട്ടിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ ഫ്ലോ ചാർട്ട് എഴുതാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ അൽഗോരിതം എഴുതിയപ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചു, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടും സ്റ്റോപ്പും യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ റെക്റ്റാങ്കിൾ അല്ല കേട്ടോ, റെക്റ്റാങ്കിളിന്റെ എഡ്ജസ് കുറച്ച് കേർവ് ആയിട്ടാണ് വരുന്നത്. സോ ആ സിമ്പിൾ യൂസ് ചെയ്യും. ഇനി ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാരലലോഗ്രാം യൂസ് ചെയ്യും. ആരോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രാമിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ ഉണ്ട്. ഇനി പ്രോസസ്സിംഗ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. കണക്ടേഴ്സ്, അതായത് ഇപ്പം ഈ കണക്ടറിന്റെ മെയിൻ യൂസ് പലരും പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. കണക്ടേഴ്സ് പലരും നമ്മൾ കോളേജിൽ പഠിപ്പിക്കുമ്പോഴത്തേക്കും
മേ ബി അവർ പറയാറില്ലായിരിക്കും. എന്നാലും നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. കണക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കണക്ടർ. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് എഴുതി വന്നു, നമ്മൾ ഒരു സൈഡ് മൊത്തത്തിൽ അങ്ങ് ഫില്ലായി, ഒരു പേപ്പർ നമ്മൾ ഒരു പേജ് എന്തായി ഫില്ലായി. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത പേജിൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എന്തിട്ട് കൊടുക്കണം? ഈ കണക്ടർ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്ത് ബാക്കി വരയ്ക്കുക. എങ്കിൽ മാത്രമേ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കണക്ടർ അവിടെ ഇടാൻ നമ്മൾ ബാക്കി വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് കിട്ടില്ല. മാർക്ക് കിട്ടില്ല എന്നല്ല, ആ ഫസ്റ്റ് പേജിലേക്ക് കുറച്ച് സംഭവത്തിന് മാർക്ക് കുറവായിരിക്കും കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കണക്ടർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കുക. അപ്പൊ ഈ സിമ്പിൾസ് മാത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കണക്ടറിന്റെ കേസൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് 2 നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോ ചാർട്ടാണ് നമ്മൾ എഴുതാൻ പോകണം. 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോ ചാർട്ട്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ്, ഞാൻ ലെഫ്റ്റ് സൈഡിൽ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ഫ്ലോ ചാർട്ടും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ എന്ത് കിടക്കുന്നുണ്ട്? അൽഗോരിതം ഉണ്ട്, റൈറ്റ് സൈഡിൽ ഫ്ലോ ചാർട്ട് ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻ സൈസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇപ്പോൾ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സ്റ്റെപ്പ് 1 ഫസ്റ്റ് ആദ്യം അൽഗോരിതം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം അൽഗോരിതമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ സൊല്യൂഷൻ എഴുതിയിട്ടുള്ള എന്താണ്? സ്റ്റാർട്ട് എന്ന് എഴുതിയിട്ട് ആ ബോക്സ് കൊടുക്കുകയാണ്. ആ സിമ്പിളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. കണ്ടന്റ് ഇവിടെയുള്ള സെയിം സംഭവം. അടുത്ത് നമ്മളെ പാരലലോഗ്രാം, നമ്മളെ ഇൻപുട്ട് കൊടുക്കേണ്ട എവിടെയാണ്? പാരലലോഗ്രാം വെച്ചിട്ടാണ് റെപ്രസെന്റ്. എന്താണ് ഇൻപുട്ട്? എ എന്ന നമ്പറും ബി എന്ന നമ്പറുമാണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്. അപ്പോൾ റീഡ് ദ വാല്യൂസ് എ ആൻഡ് ബി. നമ്മൾ കൊടുത്ത വാല്യൂസിന് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. അത് നമ്മളെ പാരലലോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താണോ വർക്ക്, നമ്മുടെ എന്താണോ ചെയ്യേണ്ട കാര്യം, അതാണ് നമ്മൾ റെക്ടാംഗിൾ ബോക്സിൽ എഴുതുന്നത്. എന്താണ്? നമ്മൾക്ക് സം ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് സം കാൽക്കുലേറ്റ് ചെയ്യല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതിനുശേഷം നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് നമ്മൾ പാരലലോഗ്രാം വെച്ച് ഡിനോട്ട് ചെയ്യും. അതെന്താണ്? പ്രിന്റ് സം. അതായത് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. ആൻഡ് ഫൈനലി എന്താണ്? അത് നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എൻഡ് ചെയ്യണം. സിമ്പിളാണ്. ഓക്കെ. അപ്പം ഫ്ലോ ചാർട്ട് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഫ്ലോ ചാർട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സിമ്പിൾസ് നോക്കുക. അതിനുശേഷം 2 വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സമ്മ് ഫൈൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ കിട്ടിയ വാല്യൂസിനെ പ്രിന്റ് ചെയ്യണം. ഫൈനലി സ്റ്റോപ്പ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് തരാം. അപ്പം കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന വീഡിയോ തരാം. അപ്പം നിങ്ങളുടേതായ ടൈമിൽ അതൊന്ന് കണ്ടു തീർത്താൽ മതി. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ലാർജസ്റ്റ് നമ്പർ ഏതാണ്, സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മൾ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ എന്താണ്? സ്റ്റാർട്ട് ചെയ്യണം, 2 നമ്പറിനെ റീഡ് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടീഷൻ കൊടുത്തു. അതുപോലെ റൈറ്റ് സൈഡ് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ ഷേപ്പ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എയും ബിയും ആണ്. അപ്പൊ ഈ 2നെ നമുക്ക് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. അപ്പൊ എ എന്ന നമ്പറും ബി എന്ന നമ്പറും എന്ത് ചെയ്തു? റീഡ് ചെയ്തു. അടുത്ത മൂന്നാമത് കണ്ടീഷൻ കൊടുക്കുന്ന സിമ്പിൾ മനസ്സിലാക്കുക. ആരോസ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. കണ്ടീഷൻ കൊടുക്കുന്നത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് എ എന്ന നമ്പർ ബിയെക്കാളിൽ കൂടുതലാണെന്നൊരു കണ്ടീഷൻ കൊടുത്തു. അപ്പോൾ മേ ബി നമ്മൾ കൊടുത്ത കണ്ടീഷൻ ശരിയാവാം, തെറ്റാവാം, ട്രൂ ആവാം, ഫോൾസ് ആവാം. ട്രൂ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ആരോ, ഫോൾസ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ആരോ. അപ്പോൾ ഇപ്പം എ എന്ന നമ്പർ ബിയെക്കാളിൽ വലുതാണ്, അങ്ങനെയാണെങ്കിൽ പ്രിന്റ്, അങ്ങനെയാണെങ്കിൽ എ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. ഇനി നമ്മുടെ കണ്ടീഷൻ എ എന്ന നമ്പർ ബിയെക്കാളിലും വലുതല്ല എന്നാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? ബി പ്രിന്റ് ചെയ്യണം. ആൻഡ് ഫൈനലി നമുക്ക് എന്താണ് നമ്മുടെ എന്താണ്? ഒന്നുകിൽ നമുക്ക് എ ആണ് ആവേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ബി ആയിരിക്കും. സോ 2ൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രിന്റ് ആയി കിട്ടുകയും ചെയ്യും. നമ്മൾ ആ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ബേസിക്കലി ഞാനിത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് കൊടുക്കും, അതായത് ഫസ്റ്റ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം 2 നമ്പേഴ്സ് കൊടുക്കും, അതിനെന്ത് ചെയ്യും? റീഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ കൊടുത്തു, എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് കണ്ടീഷൻ കൊടുത്തു. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ട്രൂ ആവും, അല്ലെങ്കിൽ ഫോൾസ് ആവും. ട്രൂ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരും, എനെ പ്രിന്റ് ചെയ്യും, സ്റ്റോപ്പ് ആവും. ഇനി ഫോൾസ് ആണെങ്കിൽ ബിനെ പ്രിന്റ് ചെയ്യും, സ്റ്റോപ്പ് ആവും. ഇത്രേ ഉള്ളൂ. എടാ, നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ഏകദേശം ഇപ്പൊ 37 മിനിറ്റ്സ് ആയിട്ട് എപ്പോൾ കട്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളെ മൊഡ്യൂൾ 1ന്റെ ബേസിക്കലിയുള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാം ഒരു 95% കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് ഞാൻ നോട്ട്സ് ആയിട്ട് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ ഈ ലാസ്റ്റ് സെക്ഷനില്ലേ, ഇന്ന് പഠിപ്പിച്ചതിന്റെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത സെക്ഷൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഞങ്ങളെ വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചാനലിൽ തന്നെ വരും. ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമുക്ക് ലിമിറ്റ് വരില്ല. അതുവരെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല.
നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സസ് തരും. ഓക്കെ, നമുക്കെങ്കിൽ ഒറ്റ ലൈവിൽ പോകുമ്പോഴത്തേക്കായിരിക്കും എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റുക, അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ബാക്കി നമുക്ക് വീണ്ടും ഈ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് അത്രയും ടൈം പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മാക്സിമം നമ്മളെ വീഡിയോസ് എന്ത് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് വീഡിയോസാണ്. ഇപ്പോൾ ഒരു 25 പേര് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പം 25 ലൈക്ക് ഇവിടെ വന്നിട്ടില്ല. എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ അടിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ ക്ലാസ് വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് നമ്മൾ ആദ്യത്തെ ലൈവിൽ പഠിച്ചു, പിന്നെ നമ്മൾ വീണ്ടും ലൈവ് വന്നിട്ടൊക്കെ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനത് ക്ലിയർ ചെയ്തിട്ട് വീട്ടിൽ പോകാം. അല്ല, വീട്ടിൽ പോകണ്ട, നിങ്ങളിപ്പോൾ വീട്ടിലായിരിക്കുമല്ലോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ട് ലീവ് ചെയ്യാം. ഓക്കെ, 14 ലൈക്കേ ആയിട്ടുള്ളൂ, ഇനി ലൈക്ക് വരാണ്ട്, പെട്ടെന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആ ടൈം കണ്ട് ഡൗട്ട്സ് ഒക്കെ 17 ആയിട്ടുണ്ട്, വരട്ടെ. എല്ലാവരും മാക്സിമം ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, എഫേർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് ആർക്കെങ്കിലും? പറഞ്ഞ എല്ലാം ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, 29 ലൈക്കായി, ഇനി ഒരു 3-4 കൂടെ വരാണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ബാക്കിയുള്ള മൊഡ്യൂൾസിൻ്റെ ക്ലാസ്സസ് വേണം. ഇനി ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യാവോ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വേണ്ടതെന്നും. അർജൻറ്റായിട്ട് നിങ്ങൾക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്, ആ സബ്ജക്ട്സ് ഒന്ന് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവോ. ഞാൻ ഇന്നത്തെ ലൈവ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യും. ഇപ്പോൾ ഇത്രയും പേര് കാണുമല്ലോടേ, ഒരാൾ കൂടി ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്, അവരോട് ചെയ്തേക്കണം. ഓക്കെ, പോണതിന് മുമ്പ് എടാ പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യാവോ. നമുക്ക് ഏത് സബ്ജക്ട് വേണോ? ഇനി നമ്മൾ സി പ്രോഗ്രാമിൻ്റെ മൊഡ്യൂൾ 1 ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും കൂടെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരും. ഇനി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ലൈവ് നിർത്താം. ഞാൻ ഇപ്പോഴാണ് അത് ഓർത്തേ. ചാറ്റ് ബോക്സിൽ ഇത്തവണ ആരും ആക്റ്റീവ് അല്ലല്ലോടാ. എല്ലാവരും ഉണ്ട്, ലൈക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? പെട്ടെന്ന് ചോദിക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ. അത് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് സെഷൻ എൻഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി കാണിക്കാനുണ്ട് നിങ്ങൾക്ക്. അതിലേക്ക് ഓരോ മാറ്റിക്കൊണ്ടിരിക്കണേ. എടാ വീണ്ടും ആരൊക്കെയോ ജോയിൻ ചെയ്തു, മാക്സിമം ഫ്രണ്ട്സ്. ഓക്കെ, എടാ നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഡിഫറൻഷിയേറ്റ് മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് നമ്മുടെ മെഷീൻ ലെവൽ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജ് ഇതിനെന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, എന്താണ് നമ്മൾ ഈ ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൂടുതൽ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുന്നതിനേക്കാളും നമ്മൾ ഈ കോളം വയ്ക്കുക. ഫസ്റ്റത്തെ കോളം എന്താണ്, മെഷീൻ ലെവൽ ലാംഗ്വേജ്, രണ്ടാമത് അസംബ്ലി ലാംഗ്വേജ്, മൂന്നാമത് ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, എഴുതണം. അത് എഴുതാൻ വേണ്ടിയിട്ട് എന്താണ്, ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ് മെഷീൻ ലെവൽ ലാംഗ്വേജ് എഴുതുക, അസംബ്ലി ലാംഗ്വേജ് എഴുതുക, ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതുക. എന്നിട്ട് അതിലെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻസ്. സോ അതാണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഇത് പഴയ സ്കീമിൻ്റെതാണ്. അതാണ് ഈ 10 മാർക്ക് 5 മാർക്ക് 3 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ മാർക്ക് നോക്കണ്ട, ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കമ്പയർ ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ, അസംബ്ലർ. അതായത് ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് കമ്പൈലറും അസംബ്ലറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇനി 4 കീവേഡ്. ഇത് പഴയ സ്കീമിലുള്ളതായതുകൊണ്ട് നമ്മളിപ്പോൾ പഠിച്ചതല്ലാണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളത് നോക്കണ്ട. പിന്നെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന സെക്ഷൻ, അതായത് അൽഗോറിതം ടു ഫൈൻഡിങ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ബൈ റീഡിങ് 3 നമ്പേഴ്സ്. അതായത് സിമ്പിൾ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് BH അല്ലേ. അതായത് 3 സൈഡ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട്. അത് നമ്മൾ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനിയുള്ള മൊഡ്യൂൾസിൽ വരും. അപ്പോൾ മൊഡ്യൂൾ 2 തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മൊഡ്യൂൾ 1 കുറച്ച് പ്രോഗ്രാം ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് കാര്യമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ പഠിച്ചിട്ടേ നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കും. അപ്പോൾ അടുത്ത ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നാളെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സബ്ജക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏതായാലും 2 ദിവസത്തിനകത്ത് നമ്മൾ അടുത്ത ലൈവ് വരും. അടുത്ത ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കണം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഉള്ള. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കണത് നിങ്ങൾ നോക്കിക്കോ. 9ാമത്തെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, അത് നോക്കിയാൽ മതി. ഡിഫറൻഷിയേറ്റ് മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ. ആൻഡ് ഫൈനലി ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് മെഷീൻ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ. അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഇത്തവണ ഈ വരുന്ന എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ 3 ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡിഫറൻസസ്, അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ, വാട്ട് ഈസ് കമ്പൈലർ ആൻഡ് ഹൗ ഇറ്റ് ഡിഫർ ഫ്രം എന്താണ് ഇന്റർപ്രറ്റർ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഇന്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്.
ഇനി അടുത്ത് വീണ്ടും ഒരു അൽഗോറിതം ആൻഡ് ഫ്ലോ ചാർട്ട്, റൈറ്റ് ആൻഡ് അൽഗോറിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ആവറേജ് മാർക്ക് വൺ ഓഫ് സബ്ജക്ട്. അവിടെ 50 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റിന് കിട്ടിയ മാർക്കിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള അൽഗോറിതം ആൻഡ് ഫ്ലോ ചാർട്ട്. പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് അൽഗോറിതം ഫ്ലോ ചാർട്ട് ഒക്കെ ചോദിക്കുന്ന 14 മാർക്ക്